കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സെനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സെനത് ഇങ്ങ് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ ബലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സെനത്, നിങ്ങൾ തുർക്കിയിലൊക്കെ പോകുന്ന ആളല്ലേ, സോപ്പ് കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കാം. പ്രസിദ്ധീകരിച്ചാ പറഞ്ഞ ഞാനത് നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചുകൊണ്ട് തരണ്ട. ഇത് നോക്കൂ, ഇത് കാതുറസായിട്ട് കുട്ടികളാ, അത് നോക്കൂ. നമ്മൾ നിങ്ങളത് തെളിയിച്ചു തന്നാൽ പേരോട് പിന്നെ സ്റ്റേജ് വെക്കാറില്ല കേട്ടോ, കൊണ്ടുവാ. അപ്പൊ ഇയാള് പറഞ്ഞതിന് ആദ്യം ശ്രദ്ധ, എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ, നബി സല്ലല്ലാഹു നിങ്ങളുടെ പേരിൽ കാന്തപുര ഉസ്താദ് കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് കള്ളം പറഞ്ഞ കാന്തപുര ഉസ്താദല്ല, ഉസ്താദിന് ഇത് സെനതുണ്ട്. നേരെ മറിച്ച് കള്ളം പറഞ്ഞത് നിങ്ങളാ. ആ നിങ്ങളെ പറഞ്ഞ സാധനത്തിന്റെ മുഴുവൻ സെനതും വായിക്കും മുസ്ലിയാരെ, എന്നിട്ട് നമുക്ക് പറയാം. ഇതുവരെ സെനത് വായിച്ചോ? മറുപടി പറഞ്ഞോ? എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇന്ന് വരെ നിങ്ങൾ സെനത് വായിച്ചോ? പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞത് ലോകത്ത് പല സ്ഥലത്തുമുണ്ടെന്ന്? എന്നാ വായിക്കൂ. ഇനി ഒരു കളവ് കേൾക്കണോ? 7ാമത്തെ കളവ്. കളവ് ഇങ്ങനെ വരികയാണ്, മൗലവിമാരുടെ എസ്കെക്കാരുടെ 7ാമത്തെ കളവ്. ഇന്ന് കാന്തപുരം എന്ന ഗ്രൂപ്പ് എ ഗ്രൂപ്പും പി ഗ്രൂപ്പുമായി 2ആയി പിളർന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അത് സാക്ഷാൽ കളവ്, എസ് അല്ലേ? ഞങ്ങൾ 2 ഗ്രൂപ്പായി പെടുന്നു. നിങ്ങളോരൊന്ന് കേൾക്കന്നെ. ഇവരുടെ പ്രായം ചെന്ന പണ്ഡിതന്മാര് ഈ ചെറുപ്പക്കാര് പച്ചക്കള്ളം പോയി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മളെ പ്രസംഗം ആ പണ്ഡിതന്മാര് കേൾക്കുന്നില്ല. അങ്ങനെ ഒരു പണ്ഡിതനാണ് ഈ അടുത്ത് മരിച്ചുപോയ കാളമ്പാടി മുസ്ലിയാര്. അല്ലാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. കാളമ്പാടി മുസ്ലിയാരെ ഇവര് പറഞ്ഞു പറ്റിച്ച് കേൾക്കണം. നിങ്ങൾക്ക് അയാൾ തന്നെ പറയട്ടെ. ഏതെങ്കിലും ആവട്ടെ, ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഇപ്പൊ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കെട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ മുടിക്കെട്ട് നാം മൂപ്പരോട് പോയി പറഞ്ഞു കൊടുത്തത്. അല്ലാഹു തആലക്ക് പുറത്തു കൊടുക്കട്ടെ. അയാൾ ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു മുടിക്കെട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാ പറഞ്ഞു കൊടുത്തത്. മുടിക്കെട്ടുണ്ടോ മർക്കസിൽ? ഇല്ല, അത് പച്ചക്കള്ളമാണ്. പക്ഷെ ആ പാവപ്പെട്ട പണ്ഡിതനെ നിങ്ങൾ പോയി തെറ്റിദ്ധരിപ്പിച്ചതാ. പക്ഷെ നിങ്ങൾ മുടിക്കെട്ടാണ് മർക്കസിലുള്ളത് എന്ന് പറഞ്ഞപ്പോ ഞാനാണ് ആദ്യമായി നിങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഇവിടെ ക്ലിപ്പ് വെച്ച് പ്രസംഗിച്ചത്. ഏത് വിഷയത്തിൽ? ഷാറുബാർക്ക് വിഷയത്തിൽ. അന്ന് തന്നെ ഞാനത് പിടികൂടിയിരുന്നു. അന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചിരുന്നു. ഇന്ന് വരെ നിങ്ങൾ മറുപടി അറിഞ്ഞിട്ടില്ല. അതൊന്ന് വെച്ചോട്ട് അന്ന് വെല്ലുവിളിച്ചതും ആ വെല്ലുവിളി ആവർത്തിച്ച് പിന്നെയും ഞാൻ വെല്ലുവിളിക്കുന്നതും ഒന്ന് വെച്ചു കൊടുക്ക്. അതിന്റെ പുറമെ ഒന്നുകൂടി പറഞ്ഞിരുന്നു ഇവരെ നേതാക്കന്മാർ. അതെന്താണ്? മർക്കസു സഖാഫത്ത് സുന്നിയ, അത് മഹാനായ കാന്തപുരം ഉസ്താദിന്റെയും, മഹാനാന്നുള്ള എന്റെ വകയാണ് കേട്ടോ, കാന്തപുരം ഉസ്താദിന്റെയും ഉസ്താദിന്റെ മരുമകൻ സി മുഹമ്മദ് ഫൈസി അടക്കമുള്ള കുടുംബങ്ങളുടെയും പേരിലുള്ള ഒരു കുടുംബ ട്രസ്റ്റിന്റെ പേരിലാണ് മർക്കസ് ഉള്ളതെന്ന് പാച്ചക്കള്ളം നിങ്ങൾ അപ്പുറത്തെ സെക്രട്ടറി പറഞ്ഞിരുന്നു. ഞാനത് പിടികൂടിയിട്ട് ഏത് ബുദ്ധിയുള്ള മനുഷ്യരും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അതിനെ ചോദ്യം ചെയ്ത് വെല്ലുവിളിച്ചിരുന്നു. ഇന്ന് വരെ നിങ്ങൾ കാമ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ 2ാമത്തെ പ്രസംഗത്തിൽ അതൊന്നുകൂടി ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നത് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. 2 കൂടി, മുടിക്കെട്ടും അതുപോലെ തന്നെ ട്രസ്റ്റും. ഞാൻ കഴിഞ്ഞ പ്രസംഗം നമ്മുടെ സൈറ്റിൽ വെച്ച് നടത്തിയപ്പോ ആദ്യമായി ഇട്ടരൻ ഒരു ക്ലിപ്പുണ്ട്. അതിന് ഞാൻ എന്തായിരുന്നു സമർത്ഥിച്ചിരുന്നത്? അപ്പൊ ഒരു കെട്ട് മുടിയുണ്ട്, അവിടെ അബുദാബിയിൽ ഇതല്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2009 അതാ കേൾപ്പിക്കാൻ തോന്നുന്നു. ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുടിയാണ് പ്രചരിപ്പിച്ചത്. ഈ 2 കൊല്ലം മുമ്പ് 2009 അവിടെ ഒരു കെട്ടുമുടിയുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ആ 2009 കെട്ടുമുടിയുണ്ട് തന്നെ ഒരു സാക്ഷിയെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ ചോദിക്കുന്നു. ലക്ഷങ്ങൾ സാക്ഷിയല്ലേ ആ പറഞ്ഞ കളവാണെന്ന് പറഞ്ഞു. 2ാമത്തെ ട്രസ്റ്റാണ്, കുടുംബ ട്രസ്റ്റാണ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് മരുമകനല്ലേ പുതിയാപ്പള.
അദ്ദേഹമാണ് ജനറൽ മാനേജർ. ഒക്കെ സ്വന്തക്കാരാണ് ഇട്ട ആൾക്കാർ, മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നു. മർക്കസ് ഒരു കുടുംബത്തിന്റെ ട്രസ്റ്റാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതിനെവിടെയും പോണ്ടാലോ, കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആർക്കും നോക്കാലോ അത് ട്രസ്റ്റ് ആണോ സൊസൈറ്റി ആണോ, അത് കുടുംബങ്ങളാണോ പുറത്തുള്ളവരുണ്ടോ, അതൊന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പരിശോധിക്കാൻ തയ്യാറാണ്. ഇതിന് അയാൾ തയ്യാറായോ? കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ പോയി നോക്കിയാൽ പോരെ മർക്കസ് ഒരു കുടുംബ ട്രസ്റ്റ് ആണോ അല്ല കുടുംബത്തിന്റെ പുറത്തുള്ളവരുണ്ടോ? അതിനയാൾ തയ്യാറാവുമെന്ന് വെച്ച് തയ്യാറായോ? ഇവിടെ വന്ന് പോയാൽ പോരാ, ഒന്നുകിൽ തയ്യാറാവൂന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു. എന്നെ തയ്യാറാകരുന്ന് മർക്കസ് കുടുംബ ട്രസ്റ്റാണെന്ന് പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിച്ചില്ല ഈ മൗലവി. രണ്ടാമതായി ഞാൻ ചോദിച്ചു, മർക്കസിൽ 3 കൊല്ലം മുമ്പ് തന്നെ ഇയാൾ പ്രസംഗിച്ച പ്രസംഗത്തിൽ ഒരു കെട്ട് മുടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നോ? പരിശോധിക്കാൻ തയ്യാറായോ? അപ്പൊ എന്റെ ഒന്നാമത്തെ ക്ലിപ്പിന് തന്നെ കേരളൊട്ടാകെ മറുപടി പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാ കോജാക്കന്മാരും ഒരുമിച്ച് കൂടിയിട്ട് മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോ ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ എന്നെ വെല്ലുവിളിച്ച് കുറ്റിയാടി. വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു, ഞാൻ പോയി കാത്തുനിന്ന്. അതൊന്ന് കേട്ടോളി. ഇയാൾ എന്നെ വെല്ലുവിളിക്കുന്നു ഇവിടുന്ന്. അഹമ്മദ് ഖസ്റജി മരിച്ചു പോയിട്ടില്ല, പേരോട് മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നത് അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്കിന്റെ ഫ്ലൈറ്റ് പോലെ ഒരുപാട് ഫ്ലൈറ്റ് വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഖസ്റജിയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. റെഡി റെഡി റെഡി. പോകുന്ന ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ടെലിഫോൺ ചെയ്തോ, വാങ്ങിക്കോ, ഞാൻ റെഡി. 5 പൈസ തരണ്ട. ഇനി വേണമെങ്കിൽ വരുന്ന 25-ാം തീയതി ഞാൻ അബുദാബിയിൽ ഉണ്ടാവും. വന്നോ? റെഡി. അടുത്ത് അങ്ങനത്തതൊന്നും വേണ്ട മോനെ. ഇനി മധ്യസ്ഥനാ വേണ്ടേ? അഹമ്മദ് ഖസ്റജിക്ക് നല്ല പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട് താമസിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് തങ്ങന്മാരറിയാം. മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് മുനവ്വർ ശിഹാബ് തങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് അവർ രണ്ടാളും പറ്റും. സഹോദരന്മാരെ, അത് ശരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, യുക്തിവാദി, നീസറവാദി, ഇങ്ങനത്തെ മുഴുവൻ വാദികളെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. നിങ്ങളാ ഞങ്ങൾക്കൊരു പ്രശ്നോ? ഇന്ന് വരെ അതിന് മറുപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഡേറ്റിൽ അബുദാബി പോയി കാത്തുനിന്ന് ഇതുവരെയും വന്നില്ല. പിന്നെ ഇവർക്ക് ഉളുപ്പുണ്ടോ? ഞാൻ എങ്ങനെയാ ഭാഷ ഉപയോഗിക്കുക? എന്റെ സാധാരണ ഭാഷയെ പറഞ്ഞൂടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർ ഇത്ര പേര് ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് ഞാൻ അവിടെ പോയി കാത്തു നിന്നു, എന്നിട്ട് ഇവർ വന്നില്ല. ഇപ്പോഴും ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കി നടക്കുന്നേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? കിതാബുകളാ, ഇമാമിങ്ങളെ കിതാബുകളാ. നേരത്തെ ഇവിടെ പൊന്മുള ഉസ്താദ് പറഞ്ഞു, അതുപോലെ തന്നെ AP മുഹമ്മദ് മുസ്ലിയാർ അവർ പറഞ്ഞു. അതിലൊക്കെ പറഞ്ഞ എന്താ കിതാബുകളാ? അതൊക്കെ ഞാൻ മുമ്പ് വായിച്ചതല്ലേ ഈ CD തന്നെ. പണ്ഡിതന്മാർ ഇമാമിങ്ങൾ പറഞ്ഞ സമീപനം വിട്ടിട്ട് ഇവർക്ക് മുജാഹിദീങ്ങൾ പറഞ്ഞു കൊടുത്ത ക്ലാസ് അനുസരിച്ചല്ലേ ഇപ്പൊ നീങ്ങുന്നത്. അതല്ലേ അബദ്ധം പറ്റിയത്. ഇനി ഞാൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ പറയുന്ന ഒരു വാചകം പണ്ഡിതന്മാർക്ക് വേണ്ടി കേൾപ്പിക്കുകയാണ്. ശരിക്ക് കേട്ടോ. ഒരു അള്ളാന്റെ റസൂലിന്റെ തിരുകേശമാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി, അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ എന്താ പറയുന്നത് നോക്കിക്കോളി. വസൂല റഹിമഹുല്ലാഹ് അൻ ശഖ്സിൻ ഇൻദഹു ശഅറത്തുൻ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ പറ്റി ചോദിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടികളിൽ നിന്ന് ഒരു മുടിയുണ്ട്. അലാമാ തീല, പറയപ്പെട്ടതനുസരിച്ച്. സെനതൊന്നുമില്ല കേട്ടോ, സെനതൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. വസ്തമറത്ത് ഇൻദഹു,
അത് അദ്ദേഹത്തിന്റെ അടുക്ക തന്നെ നിലനിന്ന് വരുന്നു. യസൂറുഹന്നാസു ഫീ ബൈതിഹി, മനുഷ്യന്മാര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അത് സിയാറത്ത് ചെയ്യുന്നു, സന്ദർശിക്കുന്നു. ഫഅജാബ, ഇബ്നു ഹജർ റളിയല്ലാഹു മറുപടി, ആ മുടിയെക്കുറിച്ച് വിവാദ കേസെന്ന് പറയാൻ പറ്റുമോ? ഇബ്നു ഹജർ തങ്ങളെ ഇബാറത്ത് നോക്ക്, എന്താ പറഞ്ഞത്? ഹാദിഹി സാറത്തു ശരീഫ, ഈ വന്യമുടി, ഈ ബഹുമാനമുള്ള മുടി, ലാ തൂറസു, അത് അനന്തരമെടുക്കപ്പെടൂല, വലാ തുലക്കു, ഒരാൾ കൊടമാവകാശമായിട്ട് വരികയില്ല, വലാ തഖ്ബലു ഖിസ്മതൻ, അത് ഓഹരി ചെയ്യാനും പറ്റൂല. അപ്പൊ കണ്ടോ, അലാമാ ഖീല, ഒരു ഖൗലല്ലേ ഉള്ളൂ റസൂലുള്ളാഹിന്റെ മുടിയാണ്, അതുകൊണ്ട് എതിർത്തോളീന്നാ പറഞ്ഞത്. കണ്ടോ, ഇതെന്താ ദുറുൽ കാമിൽ ഇബ്നു ഹജർ അസ്ഖലാനി. علي بن محمد بن الحسن الخلاط الحنفي علم الدين، وكان يزعم أيضا أن عنده من شعره صلى الله عليه وسلم وتفقه واستقل وتقدم ودرس بالظاهرية. 708 വഫാത്തായിപ്പോ ഒരു പണ്ഡിതന്റെ ചരിത്രം പറയാണ്, മൂപ്പരടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടിയുണ്ട് എന്ന് മൂപ്പര് പറയാറുണ്ട്. വലിയ പണ്ഡിതനായിരുന്നു, ഒരുപാട് കിതാബൊക്കെ രചിച്ചിട്ടുണ്ട്. സനദില്ല, പക്ഷേ ആ പണ്ഡിതൻ റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറയാറുണ്ട്. ദുററുൽ കാമിന, അതേ 3-ാം വാള്യം 101-ാം പേജ്. വേറൊരു സംഭവം, അതെന്താ? وحضر مجالسهم وكذا لقي غير واحد من الصالحين ووقع له مع بعضهم ورائد وكرامات اندفع بها وأعطاه شخص منهم يسمى بالجمال الشيرازي شعرة تنسب للنبي صلى الله عليه وسلم وقال إنها عنده. ആ പണ്ഡിതൻ ഒരുപാട് കറാമത്തും മഹത്വക്കുള്ള സാലിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട ആ മഹാപണ്ഡിതൻ മുഹമ്മദ് ബിൻ ഉമർ അസ്സമിൻ എന്ന് പറയുന്ന പണ്ഡിതൻ. ആ പണ്ഡിതനെ പറ്റി പറയാണ്, നല്ല മനുഷ്യന്മാരിലുള്ള ഒരാൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബീർ ജമാൽ അസ്സിറാസി. എന്താ കൊടുത്തത്? ഷഹറതൻ തുൻസബു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്ന ഒരു മുടി. മഹാനവറുകൾ വേണ്ടെന്നാ പറഞ്ഞത്. ഭാഗ്യവിടെ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ആണ് എന്നുള്ള നിലക്ക് അദ്ദേഹം ബഹുമാനിക്കുകയല്ലേ ചെയ്തത്. കുറച്ച് സമയം കൂടി നിങ്ങൾ ക്ഷമിച്ചിരിക്കണം. പുതിയ ബാബ്, അതെന്താ? ഇപ്പൊ ഒരു പുതിയ സംഗതി ഇറങ്ങിയിരിക്കുന്നു. ആ പുതിയ സംഗതി ഇറക്കിയ ആള് സുബ്ഹാനല്ലാഹ്, ഞാൻ അദ്ദേഹം നന്നാണോന്ന് വിചാരിച്ചിട്ട്, അയാളെ വസ്വാസ് തീരണോന്ന് വിചാരിച്ചിട്ട്, അള്ളാന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് ഞാന് ഭക്ഷണം പോലും കഴിച്ചില്ല. ഒരു ഈത്തപ്പഴത്തിന്റെ ചുളയുടെ ഒരു പകുതി ചിലപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടോ. ആ ചെറുപ്പക്കാരന്റെ നിക്കാഹിന് പോയി. എന്തിന്? ഇവനൊന്ന് ഉപദേശിച്ച് നന്നാക്കണോന്ന് വിചാരിച്ചിട്ട്. അത് ഞാൻ കാന്തപുര ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ട്, ഹൈറാണെങ്കിൽ നീ പോയിക്കോന്ന് പറഞ്ഞിട്ട്, സമ്മതം ഇല്ലാതെയല്ല. അങ്ങനെ പോയി ഞാൻ നിക്കാഹിന് പങ്കെടുത്തിട്ട്, നിനക്ക് കുറച്ച് വസ്വാസുണ്ട്, അതൊക്കെ തീർക്കണം, നീ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ച് രാത്രി 10:30 മണി മുതൽക്ക് 4 മണി വരെ ഒറ്റ മനുഷ്യരോട് ഞാൻ വയത് പറഞ്ഞ്. SSFന്റെയും SYSന്റെയും സംഘാടകർക്കെന്നോട് ദേഷ്യം പിടിക്കരുത്, ഞങ്ങൾ 10 കൊല്ലമായിട്ട് ഒരു മണിക്കൂർ കിട്ടില്ല നിങ്ങൾ ഒരുത്തന് മാത്രം ഇത്ര അധികം സമയം കൊടുത്തത് എന്നാർക്കും പ്രതിഷേധം തോന്നരുത്. ഞാൻ ഒറ്റ മനുഷ്യരോട് അങ്ങനെ ചിലപ്പോൾ പ്രസംഗിക്കലുണ്ട്. ഞാൻ ഈ അടുത്ത് ജിദ്ദയിൽ വെച്ച് 10 മണി മുതൽക്ക് 2 മണി വരെ ഒരേ ക്ലാസ് മുജാഹിദിന് ക്ലാസ് എടുത്തു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് വിളിച്ചിട്ട്, ഉസ്താദേ എന്റെ തെറ്റിദ്ധാരണകൾ നീങ്ങി, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടണം, ഇന്ന് മുതൽക്ക് ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. അതുപോലെ എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ കുറ്റിയാടിയിൽ ചെല്ലുന്ന സമയത്ത് 11 മഹല്ലിൽ ഒരൊറ്റ സുന്നി പള്ളിയില്ല, 11 മഹല്ലിൽ ഒരു സുന്നി മദ്രസയില്ല. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ കയറി ചെന്ന് ഒരു നയാകാശ് ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല, ഒരു നയാകാശ് ഇന്ന് വരെ കമ്മീഷൻ എടുത്തിട്ടില്ല. എന്റെ റബ്ബാണ് എനിക്ക് ഭക്ഷണം നൽകുന്നതെന്ന് ഉറപ്പിച്ച് ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കി ഞാൻ കുറ്റ്യാടിയിൽ ഓരോരുത്തരോട് സംസാരിച്ച പലരുമുണ്ട്. ഒന്നായിട്ട് സംസാരിച്ച 100 കണക്കിന് വേദികളുണ്ട്. ഒരു നയാകാശും കുറ്റ്യാടിയിലെ ഒരു പ്രഭാഷണത്തിലും എനിക്ക് ഒരു വാദം പറഞ്ഞിട്ടാരും തന്നിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് റബ്ബതിന്റെ ആവശ്യവും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരു 11ഓളം പ്രദേശം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ആ പ്രദേശങ്ങളിൽ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളും സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകളും സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളും മഹാനായ വടകര മുഹമ്മദ് ആജിത്തങ്ങൾ നവറല്ലാഹു മർഖദഹു, CM വലിയുല്ലാഹി നവറല്ലാഹു മർഖദഹു,
അതുപോലെയുള്ള മഹാന്മാരുടെയും പുല്ലൂക്കര ഉസ്താദ് നവറല്ലാഹു മർക്കദഹു, അവേലത്ത് തങ്ങൾ നവറല്ലാഹു മർക്കദഹു, അതുപോലെ കുണ്ടൂർ ഉസ്താദ് നവറല്ലാഹു മർക്കദഹു, അതുപോലെ ഫളിൽ തങ്ങൾ നവറല്ലാഹു മർക്കദഹു, ജമലുല്ലൈലി തങ്ങൾ നവറല്ലാഹു മർക്കദഹു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാദാത്തുക്കളുടെയും ഓക്കെ ഉസ്താദ് നവറല്ലാഹു മർക്കദഹു തുടങ്ങിയ ആലിമീങ്ങളുടെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാൻ ഏറ്റവും ആദരിക്കുന്ന മഹാനായ താജുൽ ഉലമാ തവ്വലല്ലാഹു അംറഹു മഅസ്സിഹത്തി വൽ ആഫിയ, ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു അംറഹു മഅസ്സിഹത്തി വൽ ആഫിയ, നൂറുൽ ഉലമാ എംഎ ഉസ്താദ് തവ്വലല്ലാഹു അംറഹു മഅസ്സിഹത്തി വൽ ആഫിയ, അതുപോലെ ചിത്താരി ഉസ്താദ് തവ്വലല്ലാഹു അംറഹു മഅസ്സിഹത്തി വൽ ആഫിയ. ഇന്ന് ഈ സ്റ്റേജിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദും പന്മൾ ഉസ്താദും എ പി മുഹമ്മദ് മുസ്ലിയാരും അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങളുടെ എല്ലാവരുടെയും പൊരുത്തവും സന്തോഷവും ദുആയും കൊണ്ട് പ്രവർത്തിച്ചിട്ട് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 10-11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ കൊടി പറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടാണ്, ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടാണ്. അതിനൊന്നും ആരോടും 5 പൈസയും ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കുന്നുമില്ല. അതെന്റെ റബ്ബ് കബൂൽ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. റബ്ബേ, ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും, ഞങ്ങളുടെ ഉസ്താദുമാരുടെ പ്രവർത്തനങ്ങളും SYSSFന്റെ മറ്റ് സംഘടനകളുടെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ മനുഷ്യനെ അള്ളാഹു നീ മുഖേന ഹിദായത്താക്കിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ, ലോകം മുഴുക്കെയുള്ള ഭരണവും അധികാരവും അതുപോലെ സമ്പത്തും ലഭിക്കുന്നതിനേക്കാൾ അത് നിനക്ക് ഖൈറാണെന്ന് എന്നെ പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഗ്ദത്തം അത് അംഗീകരിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ഞാൻ വിളിച്ചു, ഉപദേശിക്കാൻ വിളിച്ചു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. ഇപ്പൊ SK-ക്കാര് കാന്തപുരം ഉസ്താദിനെ അദ്ദേഹം ഫോൺ ചെയ്യുന്ന ക്ലിപ്പിടുകയാണ്. കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ വീരപ്പന. ഏത് സാധാരണക്കാരനായ പ്രവർത്തകനും ടെലിഫോണിലും അല്ലാത്തതിലും വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിനയമുള്ള പണ്ഡിതൻ കേരളത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദാണ്. അതിന് തെളിവാണത് മക്കളെ. നേരെ മറ്റേ നിങ്ങളെ സെക്രട്ടറി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് പോകുന്ന സ്ഥലം വെച്ചാ, ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് പോകുന്ന സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പോയ സ്ഥലത്തേക്ക് അത് പാവല ഉത്സവം ഇന്ന ഉത്സവം ഞങ്ങൾ ഒന്നിച്ച് പോകില്ല. നമ്മളെ കരിമൂലി വിളക്കല്ലാണ് ഓരോ വിഷുക്ക് വലുതാണ്ടാണെന്ന് ഇറച്ചി ഞാൻ ഉണ്ടാവും പറഞ്ഞിട്ട് കരിമൂലി ഉണ്ടായാണ്ടാവും ഞാൻ പറഞ്ഞു. ഈ ഭാഗത്തുപ്പെട്ട നേതാക്കന്മാർ ഞങ്ങളിത് കൂടുതലില്ല ഇതുവരെ. ഞങ്ങൾ സമസ്തയിലുള്ള തീരുമാനം അങ്ങനെ അത് കേട്ടോ. ഓൻ പറഞ്ഞോട് ഓൻ പറഞ്ഞ നടത്താനാ ഞാൻ പറഞ്ഞാണ് കേക്ക്. ആ സമസ്തകളെ ഇങ്ങനത്തുള്ള പിരിഞ്ഞു പോയവരാണ് അവര്. ഞങ്ങൾ അവരുടെ നേതാക്കന്മാർ നമ്മൾ തുടരില്ല. അതൊക്കെ അനുസരിച്ചു. നമ്മൾ രണ്ടുപേരുടെ ഐക്യത്തിൽ പോണ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ സ്ഥാനം കൊണ്ടുവരാന്നൊക്കെ തീരുമാനിച്ചത്. അതെ, ഞങ്ങൾ എന്തായാലും സമസ്ത തീരുമാനത്തിനെതിരാണെങ്കിലോ സമസ്തന്റെ തീരുമാനം അജി പറഞ്ഞ കേൾക്കാൻ കുട്ടികൾക്കാണ്. ഇവിടെ മംഗലാപുരം പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പാണക്കാട് ആരും പങ്കെടുത്തിട്ടില്ല. സമസ്തന്റെ ആരും പങ്കെടുത്തിട്ടില്ല. ആരാ പങ്കെടുത്തത്? പാണക്കാട് തങ്ങൾ പങ്കെടുത്തപ്പോഴേ. പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആളല്ലല്ലോ. അങ്ങനെ ഈ വളാക്കി മനസ്സിലാക്കിയിട്ട് സമസ്തന്റെ ആളുകൾ പങ്കെടുക്കരുത് എന്നാണ് സമസ്ത ആസാക്കിയത്. ഐക്യത്തിൽ പോയാൽ മഴയല്ലേ അപ്പൊ അതിനനുസരിച്ച് നീങ്ങാറ്റി. എന്താണ് ഈ ചങ്ങായി പറഞ്ഞത്? ഞങ്ങൾക്ക് അത് പറ്റില്ല. ഞങ്ങള് സംഘടന തീരുമാനിച്ചാല് അന്റെ വായന നോക്കി തീർക്കുക ഞങ്ങള്. അല്ലേ? എത്ര അനുഭവങ്ങളുണ്ട് അങ്ങനെ. ഇരിക്കട്ടെ. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് ഉസ്താദിനോട് സംസാരിച്ചു. അതുപോലെ ഞാൻ ഒരു സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഒരു സംഭാവന വിളിച്ചു പറഞ്ഞു ഖത്തറിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇന്ന ആളാണ്, അയാള് എന്റെ CD ധാരാളം കേട്ട് പഠിച്ചിട്ട് മുജാഹിദീങ്ങളോട് തർക്കിക്കുന്ന ആളാണ്, അങ്ങനെ ഒരു പ്രവർത്തകനാണ് ഞാൻ പറഞ്ഞു. അതാ ഇപ്പൊ കാര്യമായ തെളിവ്. എന്തിന്? അദ്ദേഹം സമസ്തന്റെ പ്രസിഡന്റാന്നുള്ള തെളിവാത്, അയാൾ ഷാഫിമാന്നുള്ള തെളിവാത്. എന്റെ CD കേട്ടിട്ട് അയാൾ പഠിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. അവന്റെ പ്രസംഗം കേട്ട് ഞാൻ പഠിച്ചു എന്നല്ല. ഇത് മനസ്സിലാക്കാൻ സാധിക്കണം.
അവൻ പറയുന്നിട്ട് ഞാൻ പഠിച്ചു എന്നല്ല പറഞ്ഞത്, എന്റെ CD കേട്ടിട്ട് അവൻ പഠിച്ചു എന്നാ പറഞ്ഞത്. അത് അവനോ മഹത്വം, എനിക്കോ മഹത്വം? എന്റെ ആ വാക്കുകൾ അവൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നുള്ള ഒരു സങ്കടത്തിലും അവനാവുകയില്ലായിരുന്നു. എന്റെ വാക്ക് സ്വീകരിച്ചില്ല, അതുകൊണ്ട് അവൻ അബദ്ധം പറ്റി. അല്ലാഹു തആല എല്ലാവരെയും നന്നാക്കട്ടെ. ഞാൻ അവരെയും ചീത്തയൊന്നും പറയുന്നില്ല, എന്റെ സാധാരണ പതിവല്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയൊരു നേതാവുണ്ടോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിച്ചിട്ടില്ലയോ സുഹൃത്തുക്കളെ? സഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലയോ? استمدوا رسول الله صلى الله عليه وسلم على عدو فأمدهم ب70 من الأنصار كنا نسميهم القراء في زمانهم كانوا يهتطبون بالنهار ويصلون بالليل حتى كانوا ببئر معونة قتلوهم وغدروا بهم فبلغ النبي صلى الله عليه وسلم فقنت شهرا يدعو في الصبح. നിങ്ങൾ കണ്ടില്ലേ, സുബഹി നിസ്കാരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തിനെതിരെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നടത്താൻ എന്തായിരുന്നു കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടരെ ചതിച്ചു. മഹാന്മാരായ ഖുർആൻ മനപ്പാഠം മഹാന്മാരെ അവരുടെ കൂടെ പറഞ്ഞേച്ചു കൊടുത്തു. അവർ വലിയ മഹാന്മാരായിരുന്നു. പകല് സമയത്ത് വിറക് ശേഖരിച്ചുകൊണ്ടും രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടും നീങ്ങുന്ന മഹാന്മാർ. ആ മഹാന്മാരെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അങ്ങനത്തെ ചതി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചതിച്ചവരില്ലേ? നബി തങ്ങളെ ചതിച്ചിട്ടില്ലേ? എങ്കിൽ പിന്നെ ഞങ്ങളെയൊക്കെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അത്ഭുതമാണോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരാള് ഇപ്പോ ഒരു CD ഇറക്കിയിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന, അയാളല്ല കൊടുത്തത് വേറെ അയാളെ 2 സുഹൃത്തുക്കളാണ്. ആ 2 സുഹൃത്തുക്കൾ കൊണ്ടുപോയിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു CD. ആ CD-യിൽ ഈ ചെറുപ്പക്കാരന്റെ വെല്ലുവിളി, ആ വെല്ലുവിളി ഒന്ന് കേട്ടോളി. മാന്യന്മാരായാൾക്ക് മറുപടി പറഞ്ഞാൽ കുപ്പായം കഴിക്കേണ്ടി വരുന്ന മൈക്കിന്റെ മുമ്പിൽ ഇനിയൊരു അവസരം ഉണ്ടാക്കാതിരുന്നാൽ പല മാന്യന്മാർക്കും ആ മാന്യകുപ്പായം ഇട്ട് വീണ്ടും പുറത്തേക്ക് നടക്കാം. ഞാൻ പറയുന്നത്, നെഞ്ഞൂക്കോടെ പറയുന്നത്, ഞാൻ മാന്യനാണ്, എന്റെ കുപ്പായം അഴിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊന്ന് കാണണം. അൽഹംദുലില്ലാഹ്, ഓരോ ആളുകളും ഓരോ സഖാഫിമാരും ഓരോ അഹ്സനിമാരും ഈ വിഷയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു വെല്ലുവിളിയാ. ഇനി വേറെ വെല്ലുവിളി എന്തറിയോ? ഞങ്ങൾ ഇളം തലമുറ പണ്ഡിതന്മാരെ എതിർക്കാൻ വരുന്നുണ്ട്. ഇവിടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇളം തലമുറയിലെ ഞങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഇളം തലമുറക്ക് അങ്ങനെ തോന്നണ്ടോ? ഈ ഇളം തലമുറക്ക് മുതുതല എതിർക്കാതെ തോന്നണ്ട. അത് ഇളം തലമുറക്കുണ്ട്, അതൊരു കീബിറ. എങ്ങനെ അറിയോ? ഒരു തെങ്ങിന്റെ കുരളിലേക്ക് നോക്കിയാൽ, തെങ്ങിന്റെ മണ്ടയിൽ നോക്കിയാലേ, ആ തെങ്ങിന്റെ മണ്ടയിലാണ് ഒരുപാട് ഇളനീര്, കരിക്ക്, തേങ്ങയൊക്കെ ഉണ്ടാകുക. അപ്പൊ വിവരമില്ലാത്തവന് തോന്നും ഈ കുരളിനാണ് ബഹുമാനമെന്ന് തോന്നും. മനസ്സിലായോ? കുരളിനാണ് ബഹുമാനവും തോന്നും. പക്ഷെ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളണം, ഈ മരം അതിന്റെ വേര് മുതൽക്ക് ആ മരമില്ലെങ്കിൽ ഒരു വെളിച്ചിലുണ്ടാവില്ല, ഒരു മച്ചിക്കുണ്ടാവില്ല, ഒരു ഇളനീരുണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. അത് മനസ്സിലായിക്കോളണം. ചില ഇളം തലമുറക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. ഇങ്ങനെ നമുക്ക് മരാങ്ങ മുറിച്ചാലിട്ട് മേലുള്ള കഷ്ണേ അതുണ്ടാവില്ലട്ടോ. ഇത് ശരിക്കും മനസ്സിലായിക്കോളും. എന്നാലേ ഈ ഇളം തലമുറയെ പേടിക്കാനേ ഞങ്ങൾ ആരെല്ലാം കണ്ടതെന്നറിയോ? ആരൊക്കെ കണ്ടതാ? വിനീതനായ ഞാൻ 35 കൊല്ലമായി സംഘടനാ പ്രവർത്തന രംഗത്ത്. നിങ്ങൾ ഓർക്കണം, അതിൽ ഏത് വിഭാഗമാണ് ഇവിടെ വന്നിട്ട്, ഏതെല്ലാം വിഭാഗത്തിന് ഞങ്ങൾ കണ്ടതാ? അതൊന്ന് പേരൊന്നും ഞാൻ പറയുന്നില്ല, ആളുകളെ പേരൊന്നും പറയുന്നില്ല. ഏതെല്ലാം കക്ഷികൾ എന്തൊക്കെയായിട്ട് വന്നു. ഈ പൂനൂരിൽ മഹാനായ കാന്തപുരം ഉസ്താദ് കുവൈത്ത് പോയിട്ട് കരാറിൽ ഒപ്പിട്ടു എന്നും പറഞ്ഞ് ഇവിടെ കോലാഹലം ഉണ്ടാക്കിയില്ലേ? ഇവിടുത്തെ മാധ്യമ പത്രം വലിയ റിപ്പോർട്ട് ചെയ്തില്ലേ? പരസ്യപ്പെടുത്തിയില്ലേ? അങ്ങനെ ഒരു വലിയ കോലാഹലം ഉണ്ടാക്കിയില്ലേ? അന്നത്തെ ദിവസം മഹാനായ അവേലത്ത് തങ്ങൾ അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ, അവേലത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പൂനൂരിൽ അന്നും ആ വിഷയം സവിസ്തരം പ്രസംഗിച്ചത് ഒരു മുതഅല്ലിമായ ഞാനായിരുന്നു. ഞാനിത് പറയുന്നത്, നിങ്ങൾ ഒരു ഇളം തലമുറയും ഒരു മുതുതലയും ഞങ്ങളെ പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ ഒരൊറ്റൊന്നിനും അഡ്രസ് ഉണ്ടാവില്ല. ആലോചിച്ചോളണം. ഇത് തമാശയാണെന്നാ വിചാരിച്ച്? ഇളം തലമുറ, എന്ത് ഇളം തലമുറ, എന്ത് മുതുതല? സുന്നത്ത് ജമാഅത്തിനെതിരെ. അതിൽ ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ കോഴിക്കോട്ട് നിന്ന് പറയാം. ഇനി
പറയട്ടെ, ഇവർ പറയുന്നത്, നമ്മളെ സാക്ഷാൽ കളവിന്റെ ആൾക്കാർ പറയുന്നത്, ഇവർ 100% ബോധ്യപ്പെട്ടതേ പറയുള്ളൂ. അതാ ഏറ്റവും വലിയ കളവ്. അതൊന്ന് വെച്ചു കൊടുത്താണ് എന്ത് ചെയ്യാൻ വെച്ചാൽ ഓരോന്നോരോ അല്ലാത്ത ഒരു കാര്യത്തെ ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് ശരിയാക്കുവാൻ വേണ്ടി നമ്മൾ ഇന്ന് വരെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, നമ്മൾ ഇന്ന് വരെ ഒരു ഇൻക്ലാബ് വിളിച്ചിട്ടില്ല, നമ്മൾ ഇന്ന് വരെ ഒരാളുടെയും സമ്മേളനം വിജയിപ്പിക്കാനോ തക്ബീർ മുഴക്കാനോ പോയിട്ടില്ല. 100% ബോധ്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ ഈ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. 100% നമുക്കും ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ ഏറ്റുപിടിച്ചിട്ടുമുള്ളൂ. ഇതുവരെ ഇത് 11ാമത്തെ കളവാ. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിച്ച വിഷയത്തിലെ 11ാമത്തെ കളവാണിത്. 10 കളവുകൾ നേരത്തെ ഞാൻ വെച്ച് കേൾപ്പിച്ചതുണ്ട്. മറുപടി ഉണ്ടെങ്കിൽ പറ. ഇനി നമ്മൾ നോക്കുക, ഇയാളെയാണ് ഇവർ കാര്യമായിട്ട് ഇപ്പൊ കൊണ്ടുവന്നത്. അതായത് അവരെ കൂട്ടത്തിലുള്ള മുഴുവൻ ആളെയും കൊണ്ടുവന്നു. മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ വാചകങ്ങൾ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഇവർ കേൾപ്പിച്ചു. കണ്യത്ത് ഉസ്താദ് സമസ്തയെ എതിർക്കുന്നവർക്കെതിരെ പ്രാർത്ഥിച്ചു. അത് നിങ്ങളാ മക്കളെ, സംശയമുണ്ടോ? സമസ്തയെ എതിർത്തവർ നിങ്ങളാണ്. മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ ഫത്വ, അതേ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുമായി വിവാഹബന്ധം പാടില്ല, അവർക്ക് സലാം ചൊല്ലേണ്ടതില്ല, സലാം മടക്കേണ്ടതില്ല, അതുപോലെ തന്നെ അവരുടെ കൂടെ സ്നേഹബന്ധത്തിന്റെ പേരിൽ ഇരിക്കാൻ പാടില്ല, വലാ യുജാലിസഹും, അവരുടെ കൂടെ സന്തോഷത്തിൽ ഇരിക്കാൻ പാടില്ല. അത് പറയുമ്പോഴേക്ക് വാദപ്രവാദത്തിൽ ഇരുന്നുകൂടാന്നല്ല, വഖഫ് ബോർഡിൽ ഇരുന്നുകൂടാന്നല്ല, ഹജ്ജ് കമ്മിറ്റിയിൽ ഇരുന്നുകൂടാന്നല്ല, അതുപോലെ തന്നെ ഏതോ ഒരു കല്യാണത്തിന് ഒരാൾ പങ്കെടുക്കുന്ന മുജാഹിദ് ഉണ്ട്, ആ കല്യാണത്തിൽ നമുക്ക് പങ്കെടുത്തുകൂടാന്നല്ല. അതെന്താ പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഓരോന്നും തുടങ്ങിയിട്ട് ജുമുഅ ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം നിങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു പ്രസംഗം ഇസ്ലാമിലില്ല. അതടക്കം മഹാനായ കണ്യത്ത് ഉസ്താദ് അടക്കം ഫത്വ കൊടുത്ത മുഴുവൻ കാര്യങ്ങളും നശിപ്പിച്ചുകൊണ്ട് സമസ്തയെ ദൈനംദിനം നശിപ്പിക്കുന്ന നിങ്ങളാണ് സമസ്തയുടെ ശത്രുക്കൾ. നിങ്ങൾക്ക് സമസ്ത എന്ന പേര് പറയാൻ അവകാശമില്ല. നിങ്ങൾക്കെതിരെയാണ് കണ്യത്ത് ഉസ്താദിന്റെ ദുആ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് നിങ്ങളെ സമസ്ത നേതാക്കന്മാരെന്നും പറഞ്ഞ് പോയി വടിയും കുത്തി പോയിട്ട് മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്തിട്ട് നിങ്ങളെ മുഖം കെട്ടത് സംശയം വേണ്ട. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കക്ഷിയെ, ഈ ചെറുപ്പക്കാരനെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അല്ലാഹു അദ്ദേഹത്തെ നന്നാക്കട്ടെ, ആ ചെറുപ്പക്കാരനെ നിങ്ങളും ചിലരും പറ്റിച്ചു. അതിന്റെ ചരിത്രമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, അതൊക്കെ എന്റെ കൈവശത്തിലുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറയുന്നു, അദ്ദേഹത്തിന്റെ യോഗ്യത എന്താ? അദ്ദേഹത്തിന്റെ യോഗ്യത എന്താ? നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ അനുയായികൾക്ക് നിങ്ങൾ കൊടുത്ത CD-യാണ്. അയാൾക്ക് നിങ്ങൾ പറഞ്ഞ യോഗ്യത, അദ്ദേഹം സത്യസന്ധനല്ല, അല്ലേ? അതല്ലേ നിങ്ങൾ പറഞ്ഞ യോഗ്യത? നിങ്ങളൊരു സത്യസന്ധനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നാൽ അതിനൊരു ന്യായമുണ്ട്. നിങ്ങൾ പടച്ചോന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയും, ആളുകൾ മുമ്പിൽ പിടിച്ചു കഴിയും. നിങ്ങൾ പറഞ്ഞ് ഇയാൾ സത്യസന്ധനല്ല, അയാളെ വാക്കല്ലേ നിങ്ങൾ തെളിവായി ഉദ്ധരിച്ചത്? ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമോനെ. നമ്മുടെ ഉസ്താദുമാരെ ഫോൺ ചെയ്ത് ക്ലിപ്പുകൾ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അടർത്തി മാറ്റി ഉസ്താദുമാരെ വേദനിപ്പിച്ച ആളാണ് ഈ പച്ച പരമാർത്ഥങ്ങൾ ലോക സമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയുന്നതും പച്ചയായി ഖേദം പ്രകടിപ്പിക്കുന്നതും. നടക്കട്ടെ. മൂപ്പർക്ക് കാള വിട്ടാൻ പോക്കാ പണിയും തോന്നുന്നുണ്ട്, അല്ലേ? അല്ലേ ആ പറഞ്ഞ വാചകം അറിയിക്കുന്നത്? ഉസ്താദുമാരുടെ ക്ലിപ്പ് മുറിക്കുന്ന ആളാണ് ഇയാൾ എന്നല്ലേ നിങ്ങൾ യോഗ്യത പറഞ്ഞത്? അയാളെ വാചകം മുസ്ലിം സമുദായത്തിന് തെളിവിന് പറ്റുമോ? അതിന് ഇതാരോടാ ചോദിക്കുന്നത്? അപ്പുറം ഒരു മുസ്ലിയാരുണ്ടായില്ലേ? ഒരു മതപരമായ വിഷയം ചോദിക്കണമെങ്കിൽ ഒരു കിതാബ് അറിയുന്ന ഒരാൾ അപ്പുറം ഇരിക്കണ്ടേ? ഇദ്ദേഹം ഒരിക്കൽ ഈ പൂനൂരിൽ നിന്നും പോയ ഒരാള് ഞാൻ പറയാൻ കാരണം, അവയൽത്തെ തങ്ങൾ ഇവിടെ ഉണ്ട്, തങ്ങൾക്ക് എന്തോ കൊടുക്കാണ്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ പലർക്കും കൊടുക്കാറുണ്ട്. അപ്പോ അങ്ങനെ പോയ ഒരാള് അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പൊളിച്ച തെറിയാൻ കിട്ടും. ആ തെറി പറഞ്ഞ ശേഷം പിന്നെയും വിളിച്ചപ്പോ ഇയാൾ ഇവനെ സോപ്പിട്ട് വലയിലാക്കി. അങ്ങനെ വലയിലാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിയോ? എന്നെ തെറി വിളിച്ചൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു, നിങ്ങളെ മനസ്സിലെന്നെ അത് വെക്കണ്ട, ഞാൻ ശരിക്കും നിങ്ങളോട് ഈമാൻ കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വാചകമാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. അല്ല, നമ്മളിപ്പോ നിലവിൽ ഈ ഓപ്പറേഷൻ എത്ര ആൾ അറിയും? 4 ആള്, 3 ആളെന്നെ ഉണ്ടാവും. 3 ആള് വെച്ചാൽ ഒന്ന് ഞാനും ഒന്ന് ഹൈദരാബാദിലെ സുഹൃത്ത്, ഒന്ന് ബോംബെയിലെ സുഹൃത്ത്, ഇത്രേ ഉള്ളൂ. അപ്പൊ കേരളത്തിൽ ഞാൻ മാത്രമാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിൽ ഈ കാര്യം ചർച്ച ചെയ്ത് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ എന്റെ സാമാന്യ ചോദ്യം ചോദിച്ചോട്ടെ?
ഞാൻ പ്രതിപക്ഷത്താണ് എന്ന് ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാനായിട്ട് നിങ്ങൾ പങ്കുവെക്കാൻ കാരണം എന്താ? ഞാനന്ന് സമനില തെറ്റി തെറി പറഞ്ഞിട്ട് നീ എന്നെ വിളിച്ചു. അന്വേഷണാത്മകമായി ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് വ്യക്തിബന്ധത്തിനേക്കാളും വ്യക്തിത്വം വ്യക്തിപരമായ അടുപ്പത്തിനേക്കാളും അകലത്തിനേക്കാളും ഏറെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയും. അതെ അതെ ഏതായാലും മാഷാ അല്ലാഹ് അവിടെ ഞാൻ മാർക്കിട്ടു. അതെ അതെ അതെ. വേറൊരാളാണെങ്കിൽ നിങ്ങളറിയോ ഈ നിങ്ങളാ തെറി ക്ലിപ്പ് കിട്ടിയപ്പോ പല ആള് ഭയങ്കര സത്യം നിങ്ങൾ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായെങ്കിലും എന്നോട് പല ആള് വിളിച്ചതൊക്കെ ഈ കുട്ടി നേതാക്കന്മാരാണ് എന്നോട് പറഞ്ഞു ഇനി ഒരു ഒപ്പ് മാത്രം കിട്ടാൻ മതി, ബാക്കി കളിഞ്ഞാള് കളിച്ചുതരാ, ഇവനൊക്കെ പഠിപ്പിക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. ഞാൻ പറഞ്ഞു ഇത് ദീനി വിഷയമൊന്നല്ല, ഇത് വ്യക്തിപരമായിട്ട് ഒരു പക്ഷെ അതാണ് ഞാൻ പിറ്റേ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ചോദിച്ചത്. കാരണം വെച്ചാൽ നിങ്ങൾ അറിയാണ്ട് വിളിച്ചു പോയതാണ്, മനുഷ്യന്മാരിലമ്മളല്ലോ. പിന്നെന്താ? അതെ. അപ്പോ അതിന്റെ ശേഷം പല ആളുകൾക്കും ഇപ്പം പിന്നെന്താ പറയണ്ടേ, എന്നെ വിഘടിതനായിട്ട് പല ആളുകൾ ഇപ്പം തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ എന്റെ ബൈലക്സിൽ ഞാൻ സജീവല്ല ഒന്നത്, രണ്ടാമത്തെ പിന്നെ ഇങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു ഇത്ര വലിയൊരു തുരുപ്പ് ഷീറ്റ് കിട്ടിയിട്ട് അത് ഞാൻ സഹകരിച്ചില്ല, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാണ് ഞാനത് ഒരു ആയാലും ചിലപ്പം ആരും പിടിച്ചിരിക്കുമ്പോഴേ അല്ല ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഒഴിവാക്കിയത്, അതുകൊണ്ട് നിങ്ങൾ ഇനി ആലോചിക്കണ്ട വിഷയം. സംഭവത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു, ഭയങ്കരമായിട്ട്. ഞാൻ അവിടെ മാർക്കിട്ടു. സത്യസന്ധനായ മനുഷ്യന്റെ സ്വഭാവം. ഏതായാലും പഠിച്ച നമ്മളൊക്കെ ഹൈറാക്കട്ടെ, അത്രയും പറയുന്നുള്ളൂ. ഞാൻ ഇൽമുകൊണ്ട് വളരെ ഇൽമുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, ഇൽമ കൊണ്ട് ഞാൻ വളരെ ചെറിയ ഉസ്താദായി മൂപ്പരെ ഉസ്താദാക്കിയ ശേഷം മൂപ്പര് ചോദിക്കാണ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, നിർദ്ദേശം തരി ഷെയ്ഖാക്കണേ. അപ്പൊ ഞാനിപ്പോ എന്തല്ല ചെയ്യണ്ടേ? ഞാൻ ഒരു പണി നിങ്ങൾ നിർദ്ദേശങ്ങൾ തന്ന ആ നിലയ്ക്ക് ഞാൻ എന്റെ പരിപാടികൾ തുടങ്ങാൻ ഇങ്ങനെ. ഈ സംഭവത്തിൽ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ചർച്ചയൊന്നും പറയണ്ട. ഒരു പിന്നെ മാനസിക മാറ്റോ പുതിയ തെളിവോ എന്തെങ്കിലും കൈവശം വന്ന ഒരാളെ മുഖഭാവവും കൂടി ഉണ്ടാവാൻ പാടില്ല. അതെ അതെ അതെ. ഇനിയിപ്പോ നമ്മൾ അടുത്ത പെരുമാറ്റം എന്തായിരിക്കണം? സാധാ ഇതുപോലെ എങ്ങനെയുണ്ടോ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഈ തെളിവുകൾ കൈ കിട്ടി സമർപ്പിക്കുന്ന സമയത്തും മാറ്റം ഉണ്ടാവരുത്. ഇനി അപ്പൊ ഒരു മാറ്റമില്ലാതെ തുടരണം നിർദ്ദേശം. ഇനി മൂപ്പര് ചോദിക്കാണ് ഈ സെനത് ഉസ്താദിന് കൊടുത്തിട്ടില്ല, നമ്മൾക്കിനി സമർത്ഥിക്കാൻ മൂപ്പരോട് ഷെയ്ഖിനോട് ചോദിച്ച് പഠിക്കാൻ. അത് നോക്ക്. കാരണം ഇവര് പിന്നെ മുഫസ്സല സെനത് എന്ന് പറഞ്ഞിട്ട് സെനത് വായിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. അത് ഇയാള് കൊടുത്തതല്ലാന്ന് നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ? അയാൾ കൊടുത്തതാണോ അല്ലേ, അയാൾ കൊടുത്തോ ഇല്ലേ എന്നതല്ല പ്രശ്നം. അയാൾ കൊടുക്കും, അയാൾ ആർക്ക് വേണമെങ്കിൽ എന്ത് സ്ഥലത്തും കൊടുക്കും. അപ്പോ കൊടുത്തിട്ടില്ലാതെ മൂപ്പർക്ക് ഉറപ്പില്ല, അതിരിക്കട്ടെ. ഇനി മൂപ്പർ ചോദിക്കാണ് ഇനി ഞാൻ ഈ ഫിത്ന ഉണ്ടാക്കാൻ ആരൊക്കെയായിട്ടാ ബന്ധപ്പെടേണ്ടത്, ഷെയ്ഖിനോട് ചോദിക്കാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ആരൊക്കെയായിട്ട് ബന്ധപ്പെടണ്ടേ? ഇപ്പൊ പൊന്മ ഉസ്താദിന്റെ ഐഡിയ എങ്ങനെയാ കിട്ടിയാൽ? അതെ, ഒന്നത്. രണ്ടാമത്തെ ചെറിയ വെട്ടിന്റെ ഐഡിയ. ഈ രണ്ടാള് ശരിക്കും വിശ്വാസത്തിൽ പേരോടിന് പിന്മാറാൻ കഴിയില്ല. കാരണം അയാള് ശരിക്കൊരു വലയത്തിലായി പോയിട്ടുണ്ട്. അതെ അതെ. രണ്ടാമത്തെ ദുരഭിമാനം കുറെ കൂടുതലുള്ള മനുഷ്യനാണ്. അപ്പൊ ഞാൻ പിന്മാറുന്നു എന്ന് പറയാനും മൂപ്പർക്ക് കഴിയില്ല. മുഷാവറയിൽ ഇപ്പൊ ഇന്നലത്തെ യോഗം പിന്നെ 4 ദിവസം മുമ്പുണ്ടായ യോഗം 2 യോഗം പഠിപ്പിച്ചു വെച്ചു. അതിൽ 2ലും പിന്നെ AP പേരോട് മാത്രമാണ് ഒറ്റ ഭാഗത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഈ മുടി തിരിച്ചു കൊടുക്കണം പറഞ്ഞു. ധർമ്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എവിടുന്ന് കിട്ടിയെങ്കിൽ ഈ മുടി അത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അതാ പദം. അത് നമുക്ക് പിന്നെ ഒരു എന്താ പറയാ, ഒരു ഇടനിലക്കാരൻ തരുന്നതാണ്. എന്നാലും അയാൾക്ക് ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കൂടുതൽ നീട്ടുന്നില്ല. ഒറ്റ കാര്യം കൂടി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്, അത് മാത്രം പറഞ്ഞാൽ നിർത്തുകയാണ്. എന്താ അറിയോ, മഹാനായ ഉസ്താദ് അവറുകൾക്ക് ജാലിയൻ വാലയിൽ നിന്ന് കിട്ടിയ ഷഹർ മുബാറക്, അതിന്റെ സെനത് ഉസ്താദ് അവറുകൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നതാണ് മറുപക്ഷത്തിന്റെ ആരോപണം. ആ ആരോപണം ശരിയാണെന്ന് വന്നാൽ
നമ്മളെ പ്രസ്ഥാനത്തിന് പിന്നെ നിലനിൽപ്പില്ല എന്നത് അവർക്ക് നന്നായി അറിയാം. അതിനു വേണ്ടി കെട്ടിയുണ്ടാക്കിയ ശുദ്ധമായ ഒരു ആരോപണമാണത്. അതിന് വ്യക്തമായ തെളിവ് ഈ പാവപ്പെട്ട എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നെഞ്ഞൂക്കോടെ മറുപടി പറയാൻ വന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഒന്നുകൂടി പറയട്ടെ. ആരിഫ് ബർക്കാത്തി എന്ന് പറയുന്ന ഒരാളാണ് ഉസ്താദ് അവറുകൾക്ക് ജാലിയാവാലയിൽ നിന്ന് ഷേർ മുബാറക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തത്. അതേ ആരിഫ് ബർക്കാത്തി തന്നെയാണ് ഈ മുഫസ്സലായ സനദ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഉള്ള ആളുകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ആ സനദ് കൈമാറിയതും അതേ ആരിഫ് ബർക്കാത്തിയാണ്. അതെന്നോട് മഹാനായ ഉസ്താദ് അവറുകളുടെ റൂമിൽ പോയി ഞാൻ ഈ വിഷയം പഠിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞതാണ്. ഞാനത് വിശ്വസിച്ചതാണ്. ഈ ചെറുപ്പക്കാരന് ഞാനത് പറഞ്ഞു കൊടുത്തതാണ്. നീ അതിൽ സംശയിക്കരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ്. പക്ഷേ ഇതിന്റെ പിന്നാലെ ഈ പുതിയ ശൈഖിനെ സ്വീകരിച്ചിട്ട് കുറെ ഊഹാപോഹങ്ങളും കുറെ കളവുകളും കെട്ടിയുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ കൊടുത്ത ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, വാങ്ങിയ ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. വാങ്ങിയത് ശൈഖുനയാണ്, കൊടുത്തത് ആരിഫ് ബർക്കാത്തിയാണ്. ആരിഫ് ബർക്കാത്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ആരിഫ് ബർക്കാത്തിയെ ഇതേ ചെറുപ്പക്കാരൻ വിളിച്ച് ചോദിക്കുന്നു, ആരിഫ് ബർക്കാത്തി കോൺ ദിയ ആരാണ് ആ മുഫസ്സലായ സനദ് കൊടുത്തത് എന്ന് പറയുമ്പോ മേനേ ദിയാന, ഞാനാണ് കൊടുത്തത് എന്ന് ഉറുദുവിൽ പറയുന്നു. കേട്ടോളൂ. वालेकुम अस्सलाम वरहमतुल्लाहि वबरकातुहू। आरिफ साहब घर में पहुंच गया? नहीं। फिर भी हाँ बोलो। अभी आरिफ साहब और एक सवाल पूछेगा तो मुश्किल नहीं है ना? नहीं बोलो। अभी तक आप एक बार भी देखा था वो सनद मुफस्सिल मरकज में देखा? सनद मुफस्सिल? हाँ, ये सनद में ये मरकज में सनद मुफस्सिल हैंड टू हैंड रसूल हुजूर रसूल सल्लल्लाहु अलैहि वसल्लम तक जाता वो। हाँ वो दिया ना मैंने। कौन दे दिया? मैंने दिया ना। नहीं, वो मरकज से बनाया वो लोग मजीद मुस्लिम ऐसा ही बोलते हैं। फिर मरकज से बना मतलब മേനേ ദിയാന ഞാനാണ് കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇയാൾ പറയാണ് മജീദ് മുസ്ലിയാർ പറയുന്നുണ്ട് അയാൾ ഉണ്ടാക്കിയതാണ്. മർക്കസ് മേ ബനായ മത്ലബ് എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഇയാൾ ചോദിക്കണം. കൊടുത്താൽ ചോദിക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം മനസ്സിലായോ? ഉറുദു കുറച്ചൊക്കെ എനിക്കും അറിയൂ, ആലോചിച്ചോളണം. നിങ്ങളെന്തേ മനസ്സിലാക്കിയത്? ഏത് തോന്നിവാസവും പറയാന്നാ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഒരു മഹാനായ പണ്ഡിതനോട് അസൂയ ഉണ്ടെങ്കിൽ ആ പണ്ഡിതനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി എന്ത് ആരോപണം പറയാനാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാത്രി 10:30 മണി മുതൽക്ക് രാവിലെ 4 മണി വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ വസ്വാസുകൾ തീർക്കാൻ വേണ്ടി നേരിൽ വിളിച്ച് എൻ്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ ഇത് പിടിച്ചെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ ചെറുപ്പക്കാരൻ പൂർണ്ണമായി എന്നെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ശരിയാണോ എന്ന് ഒന്ന് അന്വേഷിക്കൽ ആവശ്യമായതുകൊണ്ട് ഞാൻ ഈ ചെറുപ്പക്കാരനെ വിളിച്ച് ചോദിച്ചു. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞാനൊരു എതിരാളിയായിട്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ സംസാരം മുഴുവനും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉപകരണം എനിക്ക് തന്നിരുന്നു. അതിന് എൻ്റെ കീശയിൽ ഉണ്ടായിരുന്നു. മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഡ്രൈവറും വന്ന് അത് വാങ്ങി തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം മനഃപൂർവം കള്ളം പറഞ്ഞ് എന്നെ പൂർണ്ണമായി വഞ്ചിച്ച ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് SK വിഭാഗം തന്നെ പറഞ്ഞു, നിങ്ങൾ കേട്ടു, അദ്ദേഹം ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളാണ് എന്ന്. ഞാനും ഇപ്പോൾ പറയുന്നു, ഞാൻ വിശ്വസിച്ചപ്പോൾ എന്നെ അദ്ദേഹം വഞ്ചിച്ചിട്ടുണ്ട്. അത് ഉള്ള ഹഖാണ്. എല്ലാ കടപ്പാടുകളും മറന്ന് എന്നെ വഞ്ചിക്കാൻ അദ്ദേഹത്തിന് യാതൊരു ലജ്ജയും തോന്നിയില്ല. എന്നിട്ട് ആ വഞ്ചിച്ച്
ഞാൻ സംസാരിച്ചത് പിടിച്ചെടുത്ത് അത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന കടുത്ത വിശ്വാസവഞ്ചന ചെയ്തതിന്റെ പുറമേ ഈ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം ഞാനവിടെ വന്നത് അയാൾ അറിഞ്ഞുപോയല്ലോ എന്ന് ഒരു നാടകം കളിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ആ അറിഞ്ഞുപോയി എന്ന് പറഞ്ഞ ആൾക്ക് ഈ ഉപകരണം തിരിച്ചു കൊടുത്തവനാണ് എന്നോട് ചോദിക്കുന്നത്, അയാൾ ഞാൻ വന്നത് അറിഞ്ഞുപോയല്ലോ. അപ്പൊ എത്രയുണ്ട് ആ വഞ്ചനയുടെ ആഴം എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ആലോചിച്ചു നോക്കുക. ഞാനിപ്പോഴും ആ ചെറുപ്പക്കാരന്റെ പേര് എന്റെ പ്രസംഗത്തിൽ ഇപ്പോഴും പറയുന്നില്ല, പറയേണ്ട ആവശ്യവും ഇല്ല. അള്ളാഹു അദ്ദേഹത്തിനും ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരല്പവും വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തി, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ ചെറുപ്പക്കാരനേക്കാൾ കൂടുതൽ കളവ് പറഞ്ഞും അതുപോലെ വഞ്ചന നടത്തിയും പരിചയമുള്ളവരായത് കൊണ്ട് അവർക്ക് അദ്ദേഹത്തിന്റെ വാചകം ഉദ്ധരിക്കൽ അവരുടെ കിതാബിൽ അനുവദനീയമായിരിക്കാം. SKSSF എന്തൊരു കാര്യമാണോ പറഞ്ഞത് അത് 100% ശരിയാണ് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം. ഇനി ഞാൻ ചോദിക്കട്ടെ, എല്ലാ കൂട്ടരെ, ഈ ഇത്രയും കാലം നിങ്ങൾ എന്തിനു മുട്ടിപ്പാടി നടന്നത്? നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞു സത്യാന്നിന് ബോധ്യപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ മുഖ്യമന്ത്രി വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു മന്ത്രിയും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അനുയായികൾക്കും നിങ്ങൾ പറയുന്നത് ഇന്ന് വരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ കിളിപ്പ് മുറിക്കുന്ന ആളേന്ന് നിങ്ങളുടെ ഭാഷയാണ്, കിളിപ്പ് മുറിക്കുന്ന ആളെ. ഈ SK നേതാവ് തന്നെ പറഞ്ഞുപോയി. അല്ല, നമ്മളെല്ലാ സാധ്യതകളും പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞാൽ ഈ കാന്തപുരം വഞ്ചിക്കപ്പെടാനും ഈ പറയപ്പെട്ട പിന്നെ ഇയാൾ വഞ്ചിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതെ, ഇക്ബാല് ഒറിജിനൽ അല്ല എന്ന് പറയുന്നതും അതുപോലെ കാന്തപുരം വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നു, ഇക്ബാൽ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നതൊക്കെ സാധ്യതയാണ്. അപ്പൊ അവർ ഉറച്ചിട്ടല്ല ഇതുവരെയും ഒരു കാര്യവും പറയുന്നത്, സാധ്യത വെച്ച് പറയുകയാണ് എന്ന് സ്വകാര്യ സംഭാഷണത്തിൽ ഈ ചെറുപ്പക്കാരനോട് SKയുടെ നേതാവ് തന്നെ പറയുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. എന്നാൽ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് ഷാർ മുബാറക്ക് നൽകിയ ഇഖ്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇക്ബാൽ എന്ന് പറയപ്പെടുന്ന അയാൾ ശരിക്കും ഒരു ഇക്ബാലല്ലേ? അയാളെ പേര് എന്തൊക്കെയാണ്, അയാൾക്ക് 9 മാസം പേരുണ്ട്. ഇക്ബാൽ അയാളെ പേരല്ല എന്നാ മനസ്സിലാണ്. അമ്പലക്കടവ് കൊടുത്ത റിപ്പോർട്ടിൽ ഇക്ബാൽ വാല തന്നെ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇയാൾ ജാലിയവാല എന്ന് പറഞ്ഞാൽ അത് അവിടെ അറിയപ്പെടുക. ഇക്ബാൽ വലി എന്നൊരു പേരുണ്ട്, അതൊക്കെ അറിയുന്നേക്കില്ല. എനിക്കിപ്പോ അയാളെ കുറിച്ച് ഈ ഇതിൽ കണ്ടു നോക്കുമ്പോ ഇയാള് ഭയങ്കര സംഭവമാണ്. ഇതിൽ തന്നെ പറ്റിപ്പോയി വെച്ചാല് ഇയാൾ ഇപ്പൊ കുറെ വർഷങ്ങളായി ചെയ്തു വരുന്ന കാര്യമാണ്. പക്ഷെ ഇതിന് ജനകീയമായി ഒരു കേന്ദ്രം ഉണ്ടാക്കലോ ജനകീയമായ ഒരു തീർത്ഥാടനം ഉണ്ടാകലോ ചെയ്തിട്ടില്ല. എല്ലാം വീട്ടിൽ തന്നെ പരിപാടി. അതെ, അതെങ്ങനെ കൊടുത്ത ആളുകൾക്ക് വർക്കത്തിന് വേണ്ടി കടകളിലും വീടുകളിലും വെച്ചിരിക്കാം. ഈ പ്രചണ്ഡമായി സംഭവം പ്രചരിപ്പിക്കപ്പെടുകയോ പ്രതിരോധിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോ ഇയാൾ ബർക്കത്തിന് കൊടുക്കുന്നുണ്ട്, പലരും സൂക്ഷിക്കുന്നുണ്ട്, ഇയാളൊരു സംഭവമാണ്. ഇഖ്ബാൽ എന്ന പേര് ആദ്യം ഇല്ല എന്നാളാ പിന്നെ പറയുന്നത് ഇഖ്ബാൽ വലി എന്ന് അദ്ദേഹത്തിന് പറയാം. ഇതൊക്കെ ഒരേ മനുഷ്യൻ തന്നെയാ പറയുന്നത്, പക്ഷേ സ്വകാര്യ സംഭാഷണത്തിലാണ്. ഇനി രണ്ടാമത്തെ വേറെ രീതിയിൽ കാണുന്ന വിഷയം പുറത്തു പറയുന്നുണ്ടോ? ഞാൻ പിന്നെ കാര്യം പിന്നെ പ്രതിപക്ഷത്താണെങ്കിലും ഇങ്ങക്ക് തെറ്റി. ഇപ്പൊ ഈ വിഷയത്തില് ഞാനും നിങ്ങളും ഭരണപക്ഷത്താണ്, ഞാൻ പ്രതിപക്ഷത്തല്ല. രണ്ടാളും കൂടി പറഞ്ഞു നമ്മൾ രണ്ടാളിപ്പം ഭരണപക്ഷാണ്. അങ്ങനെ ബൈഅത്ത് ചെയ്ത് ഷെയ്ഖാക്കി സ്വീകരിച്ച് ഇനി ഷെയ്ഖിനോട് നിർദ്ദേശം ചോദിച്ച് ആ നിർദ്ദേശപ്രകാരമാണ് ഈ ഫിത്ന മുഴുവനും ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിച്ചത്. എന്ന് ചോദിക്കട്ടെ, അപ്പൊ ഇത് SKക്കാരുണ്ടാക്കിയൊരു ഫിത്നയാണ് എന്നുള്ളത് ഉറച്ചില്ലേ? ഇനി ഒന്നുകൂടി
രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ അബ്ദുൽ ഹക്കീം പുസ്തകത്തിൽ എഴുതിയ ഹസ്രജികളെ വീട്ടിലെ അമൂല്യ ശേഖരം ഉണ്ടല്ലോ, ഈ അമൂല്യ ശേഖരം എന്ന് പറയുന്ന സാധനം മുഴുവനും ഇവിടുന്ന് പ്രദർശനത്തിന് കൊണ്ടുപോയതാണ്. അത് തിരിച്ചു കൊണ്ടുവന്നില്ല എന്നിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞല്ലോ, ഒരേ സമയം ഈ ഇക്ബാലിന്റെ വീട്ടിലും ഹസ്രജിന്റെ വീട്ടിലും പോയാൽ രണ്ടും ഒരേ സ്ഥലത്ത് കാണാൻ പറ്റൂല. ഇപ്പൊ ഈ സാധനം അവിടെ ഉണ്ടാവില്ല. അയാൾ വാങ്ങിയ ചില സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ 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 അതെ. ആര് പറഞ്ഞ മൂലം പുറത്തു എന്നൊക്കെ പറഞ്ഞല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ആ നെറ്റിൽ കാണുന്ന സംവിധാനം ഉണ്ടല്ലോ. അതെ അതെ അതെ. അത് മുഴുവനും ഇപ്പൊ അവിടെ തിരഞ്ഞെടുക്കില്ല. അയാൾ വാങ്ങിയത് എന്താണോ അത് മാത്രമേ ഉണ്ടാവൂ. അതെ അതെ. അപ്പൊ അയാൾ പ്രദർശനത്തിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തതാണ്. കൊണ്ടുപോയിട്ട് അതിന് അൻസാറികളുടെ വീട്ടിലെ ശേഖരം എന്ന് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ എഴുതിയപ്പോ അതിൽ എന്തൊക്കെ ഉണ്ടല്ലോ. അതെ. അതിലുള്ളത് അവിടെ ചെന്നാൽ ശേഖരം കാണാം. അതിനായിരുന്നു നമ്മൾ അമ്പലക്കടവ് എന്നെ വെല്ലുവിളിച്ച്. അതിനായിരുന്നു ഞാൻ പോയി കാത്തു നിന്ന്. ഇതുവരെയും അമ്പലക്കടവ് കടന്നിട്ടില്ല. അപ്പോ വെറുതെ ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി കളവ് ഇങ്ങനെ പറയാം. അതാണ് സാക്ഷാൽ കളവ്, SK എന്ന് പറയുന്നത്. ഇനി ആ ഇളം തലമുറയിലെ ചെറുപ്പക്കാരന്റെ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ തെളിവ്, മർക്കസ് സഖാഫത്ത് സുന്നയിൽ എത്ര ഷെയർ മുബാറക്കുണ്ട് എന്ന് ചുള്ളിക്കോട് സഖാഫിയോട് ചോദിച്ചപ്പോ ഞാനത് ഇതുവരെ ചെന്ന് നോക്കിയിട്ടില്ല എന്ന് ചുള്ളിക്കോട് പറഞ്ഞു. അങ്ങനെ ചുള്ളിക്കോട് പറഞ്ഞാൽ ഷെയർ മുബാറക്ക് വ്യാജാവോ? ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ മറുപടി, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ അത് പോയി നോക്കിയിട്ടില്ല. ഒരാള് കുറ്റ്യാടി അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൽ എത്ര ബസ് ഉണ്ട് എന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയിട്ടില്ല. അവിടെ അവിടുത്തെ ബസ് കാറാവോ അല്ലാതെ ജീപ്പാവോ? ബസ് തന്നെയല്ലേ. ഇതാണോ തെളിവ്? ഒരാൾ ഞാനത് ചെന്ന് നോക്കിയിട്ട് എണ്ണിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാനത് എത്രന്ന് എണ്ണി നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ചെന്ന് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഈ ഷെയർ മുബാറക്ക് ഒറിജിനൽ അല്ല എന്നതിന് അത് തെളിവാകുമോ? സഹീഹുൽ ബുഖാരി നമ്മുടെ കയ്യിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ എത്ര ഹദീസ് ഉണ്ട് എന്ന് ചുള്ളിക്കോട് സഖാഫിയോട് ചോദിച്ചു. ഞാനത് എണ്ണി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബുഖാരി വൈഫാവോ? ബുഖാരിയിലെ ഹദീസ് കൊണ്ട് വൈഫാവോ? പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുണ്ട് എന്ന് ചോദിച്ച ഒരാളോട്, ഖുർആനിൽ എത്ര ആയത്തുണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഖുർആനിൽ വിശ്വാസമില്ല എന്ന് വരുമോ? അല്ലെങ്കിൽ ഖുർആനിലുള്ള ആയത്തുകൾ ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് വരുമോ? ഒന്നിന്റെ എണ്ണം ഒരാൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടോ അത് ചിന്തിക്കാത്തത് കൊണ്ടോ പറയാത്തത് കൊണ്ടോ ആ വസ്തു ഒറിജിനൽ അല്ല എന്ന് പറയാൻ പറ്റുമോ? വിവരമില്ലാത്തവൻ മതം കൈകാര്യം ചെയ്താലുണ്ടാകുന്ന അബദ്ധമാണിത്. അതിന്റെ പുറമേ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ഒരു വിവരക്കേട്, സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അതുകൊണ്ടാണ് കാര്യം ഗ്രഹിക്കാൻ കഴിയാന്ന് പറഞ്ഞു. ആരോട് ചോദിക്കുക? മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്ന സമയത്ത് അവരവരുടെ ഉസ്താദുമാരോട് മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അതേ സമയത്ത് ചോദിച്ചു പുണ്ണാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാതി വമൻഅൻ വഹാതി വവദ്അൽ ബനാതി വകരിഹ ലക്കും ഖീല വഖാല വകസ്റത സുആലി വഇദാഅത്തൽ മാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഹറാമാക്കി. ഒരു ഉമ്മാന്റെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു നീക്കവും ഉണ്ടാകാൻ പാടില്ല. ഒന്നും അങ്ങോട്ട് കൊടുക്കാതിരിക്കുകയും ഇങ്ങോട്ടൊക്കെ കിട്ടണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം പാടില്ല. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ജാഹിലിയത്തിന്റെ ഏർപ്പാട് അല്ലാഹു ഹറാമാക്കി. ഇതുപോലെ അങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് ഉറപ്പില്ലാത്ത വാക്കുകൾ, ആ വാക്കുകൾ മനസ്സിൽ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒക്കെയും അല്ലാഹു തആല വെറുത്തു.
ആവശ്യമില്ലാതെ ചോദിച്ച് പുണ്ണാക്കുന്ന ഏർപ്പാട് അത് അള്ളാഹു വെറുത്തതാണ്. അതുപോലെ സമ്പത്ത് അനാവശ്യം ചെലവഴിക്കുന്നത് അള്ളാഹു വെറുത്തതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി 5975 നമ്പറായി റിപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പൊ ഈ ചോദിച്ചിങ്ങനെ ആവശ്യമില്ലാത്ത പുണ്ണാക്കുന്ന ഏർപ്പാട് അള്ളാഹു വെറുത്തതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വലിയ സൽക്കർമ്മമാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കി. അത് കടുത്ത അബദ്ധമാണ്. വിവരമില്ലാതെ മതം പറയരുത്. മതത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ്. മൽ ഫഖറു ഇല്ലാ ലി അഹ്ലിൽ ഇൽമി ഇന്നഹും അലൽ ഹുദാ ലിമൻ ഇസ്തഹദാ അദില്ലഹു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉദ്ധരിച്ചത്, എപ്പോഴും സ്റ്റാറ്റസ് ഉള്ളവർ പണ്ഡിതന്മാരാണ്. സന്മാർഗം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതും അറിയിച്ചു കൊടുക്കുന്നതും പണ്ഡിതന്മാരാണ്. വഖദറു കുല്ലി ഇംനിഇം മകാന യുസ്തിനുഹു വൽ ജാഹിലൂന ലി അഹ്ലിൽ ഇൽമി അഅദാഉ. ഏത് മനുഷ്യനും അറിവുണ്ടെങ്കിലാണ് മഹത്വം. വിവരമില്ലാത്ത കക്ഷികൾ പണ്ഡിതന്മാർക്ക് ശത്രുക്കളാണ്. പണ്ഡിതന്മാരെ തള്ളിപ്പറഞ്ഞും അവിശ്വസിച്ചും പണ്ഡിതന്മാരെ നിന്ദിച്ചും നീങ്ങുന്ന വിവരമില്ലാത്ത ജനങ്ങൾ, അഹങ്കാരികൾ പണ്ഡിതന്മാരുടെ ശത്രുക്കളാണ്. ഫഫുസ് ബിഇൽമിൻ തൈസ് ഹയ്യം ബി അബദാ അന്നാസു മൗതാ വഅഹ്ലുൽ ഇൽമി അഹ്യാഉ. അതുകൊണ്ട് നീ ഇൽമോടുകൂടെ വിജയം നേടി ജീവിച്ചോ. എന്നും നിനക്ക് ജീവിക്കാൻ കഴിയും. മനുഷ്യരെല്ലാം മരിച്ചവരാണ്. എന്നെന്നും ജീവിക്കുന്നവർ വിവരമുള്ളവരാണ്. ഇതുകൊണ്ടാണ് വിവരമുള്ള പണ്ഡിതന്മാരായ മുൻഗാമികൾ ഖിയാമത്ത് നാൾ വരെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു, സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുന്നു. അവരുടെ പേര് എപ്പോഴും പറയപ്പെടുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ മഹത്വമൊന്ന് വേറെ തന്നെയാണ്. വിവരമില്ലാത്തവർ പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ നടക്കരുത്. എനിക്ക് വിവരമില്ലെന്ന വിനയത്തിന്റെ മനസ്സാണ് സമ്പാദിക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, ഇയാള് ഒരാളെ വിളിച്ചു പോലും. നിഷാനെ, മർക്കസിലുള്ള ഈ മുടിയെ സംബന്ധിച്ച്, ആ സനദിനെ സംബന്ധിച്ച് വ്യാജ സനദ് ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് സ്വാലിഹ് സഖാഫി എന്ന് പറയുന്ന വല്ലപ്പുഴയുള്ള സഖാഫിയെ സംബന്ധിച്ചാണ്. അത് നീ അന്വേഷിച്ച് അദ്ദേഹത്തിനോട് ഈ വിഷയ സംബന്ധമായി ഒരു അഭിമുഖം നമ്മുടെ STVയിൽ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ നീ അവതരിപ്പിക്കണം. അപ്പോ വ്യാജ സനദാണെന്ന് ഒരു ആരോപണം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഇന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഒരു അഭിമുഖം STVയിൽ കൊടുക്കണോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് ഒറിജിനൽ അല്ലാന്ന് വരുമോ? 2. മൂന്നാമത്തത്, സനദ് തന്നെ അത് വ്യാജ സനദാണ് ഈ പറഞ്ഞ വാചകം കൊണ്ടുവരുമോ? വരൂല എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ സമൂഹത്തെ പൂർണ്ണമായി വഞ്ചിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ തെളിയിക്കാൻ പോകുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ ഈ പറഞ്ഞ ആളെ വിളിച്ചു, ഈ പറഞ്ഞ സഖാഫിനെ വിളിച്ചിട്ട് അയാൾ എന്ത് പറഞ്ഞു? അങ്ങനെ ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, സനദ് വ്യാജമാണ് ഉണ്ടാക്കിയത് എന്ന ആരോപണം തീർത്തും ഒരു ആരോപണം മാത്രമാണ്, ഇതിൽ യാഥാർത്ഥ്യമില്ല എന്ന് അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. ഓ, വല്ലാതെ എനിക്ക് ആ വരികൾ നന്നായി മനസ്സിൽ തട്ടി. പക്ഷേ ഞാൻ അപ്പോഴൊന്നും അദ്ദേഹത്തോടൊന്നും മിണ്ടിയില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ഇദ്ദേഹം ഒരു സത്യസന്ധനും ശരിയായ അന്വേഷകനും ആയിരുന്നുവെങ്കിൽ ആ വിളിച്ച സഖാഫി ഒറ്റ വാക്കിൽ സനദ് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ പോരെ ഇയാള്? വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടില്ലേ? എന്ന് പറയാം, അതെന്റെ മനസ്സ് തട്ടി. എന്താ കാരണം? മനസ്സ് കൊണ്ടുപോയത് ഇത് തട്ടാണ്ടിക്കാനാണ്. അതായത് അത് ആരോപണമല്ല, അത് സനദ് ഉണ്ടാക്കിയതാണ് എന്നൊരു മറുപടി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാ വിളിച്ച്.
അതിന് നേരെ തിരിച്ചാ കിട്ടിയത്. അത് ആരോപണം മാത്രമാണ്, ആ ആരോപണത്തിൽ യാഥാർത്ഥ്യമില്ല എന്ന് വ്യക്തമായ മറുപടിയാണ് അപ്പോൾ ഒറ്റ വാക്കിൽ തന്നെ കിട്ടിയത്. അവിടെ വെച്ച് നിർത്തേണ്ടതല്ലേ ഇയാള്? ഈ ദുരുദ്ദേശപരമായ അന്വേഷണവുമായി മുന്നോട്ട് പോയി. പിന്നെ ഇയാൾ എന്താ ചെയ്തതറിയോ? ഈ സഖാഫിനെ സോപ്പിട്ട് പലതും പറഞ്ഞ് അങ്ങനെ കൈവശപ്പെടുത്തിയിട്ട് ഈ സഖാഫിനെ കൊണ്ട് പല ഊഹങ്ങളും കുറെ അർദ്ധസത്യങ്ങളും പലതും പറയിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം തന്നെ എഴുതി വിട്ടതാണ്. ഞാൻ ആ സംസാരത്തിൽ കുറെ സത്യവും അസത്യവും അർദ്ധസത്യവും ഊഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറൊരുത്തം പറഞ്ഞാൽ അയാളെ ഫേസ്ബുക്കിൽ ഇപ്പോൾ നോക്കിയാൽ കാണാം. അപ്പൊ അയാളെ കൊണ്ട് എന്തൊക്കെയോ ഊഹാപോഹങ്ങൾ പറയിച്ചു. ആ ഊഹാപോഹങ്ങൾ ഇദ്ദേഹം തെളിവിലെടുത്തു. ഒറ്റ വാക്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ യഥാർത്ഥ മറുപടി സ്വീകരിക്കാതെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പേരിൽ ഒരു ശുദ്ധമായ ആരോപണം ഈ ചെറുപ്പക്കാരൻ വെച്ച് കെട്ടി. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് ഒരു സനദ് ഇവിടെ നിർമ്മിച്ച കഥ ബഹുമാനപ്പെട്ട സാലിഹ് സഖാഫി പറഞ്ഞപ്പോ ഞെട്ടലോടെയാണ് ഈ പാവപ്പെട്ട ഞാൻ അത് കേട്ടത്. കണ്ടോ, നേരത്തെ അയാള് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടു. അങ്ങനെ സനദ് വ്യാജമായൊരു സനദ് ഉണ്ടാക്കിയതാണെന്നത് ആരോപണം മാത്രമാണ്, അതിന് യാഥാർത്ഥ്യമില്ല എന്ന് സഖാഫി പറഞ്ഞു. അതേ മനുഷ്യ ഇപ്പൊ പറയുന്നു, ആ സഖാഫി പറഞ്ഞിരിക്കുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് അടക്കമുള്ളവരുടെ പേര് വെച്ചിട്ട് വ്യാജന ഉണ്ടാക്കിയതാണ്. ഞാൻ ചോദിക്കുന്നു, ഇദ്ദേഹം സത്യാന്വേഷിയാണെങ്കിൽ അപ്പ ചോദിക്കണ്ടേ അദ്ദേഹത്തോട്? നിങ്ങളല്ലേ മുമ്പ് എന്നോട് പറഞ്ഞത് അത് ആരോപണം മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യമില്ല, ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ മാറ്റി പറയുന്നത് എന്ന് ചോദിക്കണ്ടേ ഇവൻ? അപ്പൊ ഇവന്റെ ലക്ഷ്യം എന്താണ്? ഇവന്റെ ലക്ഷ്യം സത്യം തുറന്നു പറയലാണോ? ഇവന്റെ ലക്ഷ്യം നേരത്തെ അവന്റെ ഷെയ്ഖായി സ്വീകരിച്ച SK കാരനുമായുള്ള കരാറ്, അതനുസരിച്ച് ഓരോന്നോരോന്ന് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കലും ആരോപണം പറയലും മാത്രമാണെന്നത് എത്ര വ്യക്തമാണ്. എന്നിട്ട് ഇവൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ പറയുന്നത് കളവാണ് എന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഇനി എന്ത് തെളിവാ വേണ്ടത്? ഇവൻ കളവേ പറയുന്നുള്ളൂ എന്നതിന് ഇനി എന്ത് തെളിവാ വേണ്ടത്? അത് വെച്ചോട്ടെ. ഇൻഷാ അല്ലാഹ് അത് വല്ലവരും ഗണ്ണിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ രേഖകളും, അത് ഓടിയായാലും വീഡിയായാലും അത് പുറത്തിറക്കും എന്ന് തന്നെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മൂപ്പരിങ്ങ് പുറത്തിറക്കിയാലേ എന്തൊക്കെയാ സംഭവിക്കുക? നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പുറത്തിറക്കിയത് തന്നെയാണ് നിങ്ങൾക്കെതിരെ തെളിവ്. ഇതൊക്കെ ഞങ്ങൾക്ക് വഹി കിട്ടിയതാ. നിങ്ങളുടെ തന്നെ പുറത്തിറക്കിയതിലാണ് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായി കളവാണെന്ന് തെളിവുള്ളത്. കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് കളവായി തീരുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തോട് നിങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോ ആദ്യമുള്ള സത്യം അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾ മുഖവിലക്കെടുക്കാതെ അദ്ദേഹം പറഞ്ഞ ചില ഊഹങ്ങളും അതുപോലെ അദ്ദേഹം പറഞ്ഞ ചില അസത്യങ്ങളും അത് വിലക്കെടുത്തിട്ട് ഒരു ലോകം മുഴുക്കെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനെ ജനങ്ങൾക്കിടയിൽ വ്യാജ സനദുണ്ടാക്കി എന്നൊരാരോപണം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢതന്ത്രം മെനഞ്ഞ ഈ SK-ക്കാരും സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതെയായി എന്നല്ലാതെ മഹാനായ കാന്തപുരം ഉസ്താദിന് ഒരു രോമത്തിന് കേടുവരൂല്ല. ഇത് സത്യപ്രസ്ഥാനമാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു തരാം. ഈ അവിടുന്ന് ഈ പിന്നെ ഇക്ബാലിന്റെ അടുത്ത് കൊണ്ടുവന്നെന്ന് പറയുന്ന ഒരു സനദ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അതാ ഇല്ല ഞാനില്ല. മർക്കസ് കോംപ്ലക്സിലാണ് ജോലി ചെയ്തിരുന്നത് ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ, അവിടുന്ന് സനദ് ആരിഫ് ബർക്കാത്തി കൊണ്ടുവന്നിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്നും രണ്ടാമത് സംഭവിച്ചില്ല. ഇപ്പോ
ആ കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് ഞാൻ കോംപ്ലക്സിലായിരുന്നു, എനിക്ക് ജോലിയൊന്നും അയാൾ പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഇത് നിർമ്മിച്ചതാണെന്ന് പറയുന്നു. ഇനി അപ്പൊ വ്യക്തമായി ബോധ്യമാണ്, മനഃപൂർവം മഹാനായ ഉസ്താദ് അവറുകളെ ജനങ്ങൾക്കിടയിൽ മോശമാക്കാൻ വേണ്ടി എസ്കെക്കാർ ചെയ്ത പണിയാണിത്. അവർ ഇന്നേ വരെ ചെയ്ത മുഴുവൻ പണികളും ഇങ്ങനെയാണ്. ഓരോ ദിവസവും സമൂഹത്തിന്റെ മുമ്പിൽ മുഖം കെട്ടുകൊണ്ടേയിരിക്കുകയാണ് എസ് കെ. ഇല്ലാർക്കാ സംശയം? ഇനി അടുത്തത്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കുറ്റബോധവും സാലി സഖാഫി നിങ്ങൾക്കുണ്ടായില്ലേ എന്ന് വിനീതനായി ഞാൻ ചോദിച്ചു. അദ്ദേഹം വളരെ നിഷ്കളങ്കനാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിഷാനെ, അന്നൊരു സഖാഫി സ്വപ്നം കാണുന്നതിലധികമുള്ള സാലറി, ശമ്പളം എനിക്ക് മർക്കസിൽ നിന്ന് ലഭിച്ചിരുന്നു. ഒന്നത്. രണ്ടാമത്തെ വിഷയം, ശമ്പളത്തിന് പുറമെ രണ്ടാമത്തെ വിഷയം, ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഒരു സെക്രട്ടറി ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗം ആര് കണ്ടാലും ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. അതൊക്കെ ആ സമയത്ത് ഈ ഒരു സത്യം, ഈ ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞില്ല എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തി. അപ്പോ ഇയാള് നിഷ്കളങ്കനാന്നുള്ളതിന്റെ തെളിവായി ഇപ്പൊ പറഞ്ഞു. ഒന്ന്, കടുത്ത കുറ്റം ചെയ്യുമ്പോ സാലറി നല്ലോണം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, നിഷ്കളങ്കനാന്നുള്ളതിന് ഒരു തെളിവ്. രണ്ടാമത്തത്, അയാൾ നിഷ്കളങ്കനാന്നുള്ളതിന്റെ തെളിവ് APUSAന്റെ സെക്രട്ടറി പോസ്റ്റോ കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി. APUSAനാരാ അങ്ങനെ ഒരു സെക്രട്ടറി? ഉസ്താദിന് ചെരുപ്പെടുത്ത് കൊടുക്കുക, കാപ്പി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ ജോലി. ആ ജോലിന്റെ പേരാ സെക്രട്ടറി. ശരി, സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തിന് എന്തെങ്കിലും ആക്കുക. അപ്പൊ ആ പണിയെടുത്തത് കൊണ്ട് മൂപ്പരെല്ലാരും ബഹുമാനിച്ചിരുന്നു. ഓരോരുത്തർക്കും ഓരോ തോന്നലാ, എന്നെല്ലാവർക്കും എന്നെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാപ്പി കാച്ചുന്ന ജോലി എടുത്ത വകയിൽ സെക്രട്ടറി ആയിട്ട് എന്നെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. അതിന്റെ പുറമെ എനിക്ക് സാലറി നന്നായിട്ട് കിട്ടിയിരുന്നു, അതുകൊണ്ട് ഞാൻ കള്ളത്തരത്തിന് കൂട്ടുന്നതാണ്. ഇതാ അയാൾ പറഞ്ഞതുപോലും. എന്നാ അപ്പറഞ്ഞ വകയിൽ ഇവനിക്ക് എന്താ മനസ്സിലായത്? ഇയാൾ നിഷ്കളങ്കനാണ്. എങ്ങനെയുണ്ട് നമ്മളെ അന്വേഷണത്തിന്റെ സ്വഭാവം? ഇനി അടുത്തത്, എന്നോട് ചോദ്യം ഇന്ന് ചോദിക്കുകയും നാളെ മറുപടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോ അതിലും എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. എന്തോ ഒരു നിഗൂഢത ഇയാളെ വർത്താനത്തിൽ. പിന്നെ അയാളെ വാക്ക് തെളിവിന് ഉദ്ധരിക്കാൻ പാടില്ല. അപ്പൊ ഇത് വെറും ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം ചെയ്ത ഒപ്പിക്കൽ പണി. ഇനി അടുത്തത്, നിങ്ങൾ പറഞ്ഞ ഈ ഒരു സത്യം തിരുത്താനുള്ള ബാധ്യത നിങ്ങൾക്കും നമുക്കുമില്ലേ? മനസ്സിലായോ? സത്യം തിരുത്തട്ടെ എന്ന് ചോദിച്ചു. സത്യം തിരുത്താൻ പാടില്ല. അസത്യം തിരുത്തണ്ടേ എന്നല്ല ചോദിച്ചത്, സത്യം തിരുത്തണ്ടേന്ന്. കാരണം സത്യം അയാൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് വ്യാജ സ്ഥലത്തുണ്ടാക്കിയതാണെന്നുള്ള ആരോപണം മാത്രമാണ്, അതിന് യാഥാർത്ഥ്യമില്ല. അപ്പൊ മറ്റേയാൾ പറയാണ് തിരുത്താനൊന്നും എന്നെ കൊണ്ടാവൂല, അപ്പുറത്തുള്ള വലിയ ശക്തന്മാരായ ആളുകളാണ്. ഉറപ്പെന്നല്ലേ നമ്മളെ പ്രസ്ഥാനം ശക്തമാണ്, സത്യം തിരുത്താൻ വിടൂ. അത് ആ ഒറ്റവാക്കി പറഞ്ഞ മറുപടി ഒന്ന് വെച്ചു കൊടുക്ക്, എന്നാൽ അത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒറ്റവാക്കിൽ അദ്ദേഹം പറഞ്ഞു, സനത് വ്യാജമാണ് ഉണ്ടാക്കിയത് എന്ന ആരോപണം തീർത്തും ഒരു ആരോപണം മാത്രമാണ്, ഇതിൽ യാഥാർത്ഥ്യമില്ല എന്ന് അദ്ദേഹം ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തി. അപ്പൊ ഒറ്റവാക്കിൽ അയാൾ സത്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് തിരുത്താൻ എന്തെല്ലാം പരിപാടി ഉണ്ട്, പിന്നെ ആലോചിച്ച് രണ്ടാളും പറഞ്ഞിട്ട്. ഇതൊക്കെ പഴയ കാലത്ത് എത്രയോ നടന്നുപോയ സംഗതികളാണ്. സത്യം പറഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടി നടക്കുക. അങ്ങനല്ലേ തുടക്കം അരീക്കാട് പള്ളി, അതിന് പൈസ കൊടുത്ത അതേ മനുഷ്യൻ വന്നിട്ട് ഞാനാണ് കുലൈബി, ഞാൻ ഇത്ര സംഖ്യയാണ് ശേഖ് അബൂബക്കറിന് കൊടുത്തത്, അതേ അത് വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞാലൊന്നും നമ്മൾ നേരാക്കൂല, ഇയാൾ അതിൽ നിന്ന് തട്ടിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനല്ലേ ഈ എസ്കന്റെ ആളുകൾ ആദ്യം തന്നെ കുഴപ്പം തുടങ്ങിയത്. അപ്പൊ വ്യാജമായ ആരോപണങ്ങൾ പറഞ്ഞ് സത്യത്തിനെതിരെ പുറംതിരിഞ്ഞ് നടക്കുകയാണ് അന്ന് മുതലേ മഹാനായ ഉസ്താദ് അവറുകളെ നിന്ദിക്കാൻ വേണ്ടി മറുവർഷം ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവർ കാര്യമായിട്ട് കൊണ്ടുവരുന്നൊരു സാധനമുണ്ട്, ജബലമ്മ. ഈ ജബലമ്മ പറയുന്ന ഒന്ന് കേട്ടോളിങ്ങൾ. സുബ്ഹാന ജല്ല ജലാലു.
പലഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അത് ആധികാരികമാക്കാൻ വേണ്ടി എന്നെയും അതുപോലെ തന്നെ ഇപ്പോൾ മർക്കസിന്റെ പുറത്ത് അതായത് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന ഒരു സഖാഫിയെയും അതുപോലെ തന്നെ ഇപ്പോൾ മർക്കസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സഖാഫി, അദ്ദേഹം ഭാഗമി കൂടിയാണ്, അദ്ദേഹത്തെയും കൂടി ചുമതലപ്പെടുത്തിയ ആ രേഖ ഉണ്ടാക്കൽ ചടങ്ങ്, അതായത് മുടി ആധികാരികമാക്കാൻ വേണ്ടി അതിന് സന്നദ്ധുണ്ടാക്കാൻ വേണ്ടി ആദ്യം എന്നോട് പറഞ്ഞു. അങ്ങനെ എന്റെ കയ്യിൽ എല്ലാവരും പേര് വരികയും ആ പേര് വെച്ചുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവസാനം അതവിടെ കിടക്കുകയും ഒരു അറബി പ്രമുഖൻ മർക്കത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ മർക്കത്തിനുള്ള മുടിയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന് ഈ മുടിയുടെ സന്നദ്ധ ആവശ്യമായപ്പോൾ അദ്ദേഹം മുടിയുടെ സന്നദ്ധ ചോദിച്ചപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ സഖാഫിയെ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയും ആ സഖാഫിയും ഞാൻ പറഞ്ഞ ഈ ഭാഗവും കൂടി ആ പണി പൂർത്തിയാക്കുകയും ചെയ്യുന്ന സംഭവം അതാണിപ്പോൾ സന്നദ്ധായിക്കൊണ്ട് ഇവിടെ കോട്ടക്കല്ലും മറ്റും വായിച്ച് നിങ്ങൾ കേട്ടതായ സനത്. അപ്പൊ 3 ആളെ കൂട്ടിയിട്ടുള്ള ഒരു ചടങ്ങ് സനതുണ്ടാക്കാൻ വേണ്ടി എന്നാണ് ഈ ജബലമ്മ പറഞ്ഞത്. അപ്പോ 4-5 ആളെ പേര് കൊടുത്തിട്ട് ഇയാളോട് ഒരു സനതുണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ച് അങ്ങനെ ഒരു ചടങ്ങ്, സനതുണ്ടാക്കൽ ചടങ്ങ്. അതിന് ഒരു സഖാഫിയും ബാക്കവിയും കൂടിയായ കുത്തുബ്ഖാനയിലുള്ള ഒരാളും പിന്നെ ഇപ്പറഞ്ഞ ന്യൂസിലാൻഡിലുള്ള ആളും ഇയാൾ, അങ്ങനെ 3 ആളെ അധികാരപ്പെടുത്തിയെന്ന് ഇയാളെ കയ്യിൽ ഏറ്റവും വലിയ കദിബുൻ വഫ്തിറാഉൻ മഹദ്, ഏറ്റവും വലിയൊരു കളവ്. അത് കളവാണെന്നതിൽ എന്താ തെളിവ്? തെളിവില്ലാതെ എന്റെ ജീവിതത്തിലാണെന്ന് പറഞ്ഞില്ല. എന്റെ തെളിവായി പറയാൻ പോകുന്നത് ഇയാൾ പറഞ്ഞ ന്യൂസിലാൻഡിലെ വ്യക്തി ഉണ്ടല്ലോ, അയാൾ എന്നെ പറയുന്നത് അത് ഈ ജബലമ്മ തെറ്റിദ്ധരിച്ചതാണ്. മലയമ്മ തെറ്റിദ്ധരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് മലയമ്മ ധാരണയായിരുന്നു. ഞാൻ മലയമ്മനോട് അന്ന് ഞാൻ തിരുത്തി. ഞാനല്ലാന്ന് അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ തിരുത്തിയിട്ടുണ്ട് എന്ന് ഇയാൾ പറയും. അപ്പൊ ഇയാൾ പറഞ്ഞത് ശരിയല്ല, ഈ ജബലമ്മ പറഞ്ഞത് ശരിയല്ല എന്ന് കൂട്ടുകാരനായ മറ്റേയാൾ പറയും. ഇനിയോ ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ഓരോരുത്തർക്ക് പറയാൻ ഓരോ സൗകര്യം ഉണ്ടാവുമല്ലോ. ഇയാളെ പുറത്താക്കിയതാ. പുറത്താക്കാൻ എന്തെങ്കിലും കാരണോ? അത് വ്യാജത്തരീക്കത്തുമായിട്ട് ബന്ധപ്പെട്ടതാ. അത് ഇയാൾ എന്താ പറയുന്നത്? ഈ മലയമ്മ സത്യത്തിലാണെന്ന് പോകുന്നത് ത്വരീഖത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലല്ലേ? അതെ, പോകേണ്ടി വന്ന പുറത്താക്കിയതാണ്. അപ്പൊ ത്വരീഖത്തിന്റെ വിഷയത്തിലാണ് മലയമ്മ പോകുന്നത്. അപ്പൊ മലയമ്മ പോകുന്നതിന് മുമ്പേ പുള്ളിക്ക് ഈ സംഗതി അറിയാം. പുള്ളി എങ്ങനെയാണ് ഇത് അറിയുന്നത്? നിങ്ങളോട് മജീദ് മൊയ്ലാര് പറഞ്ഞിട്ടാണ് പുള്ളി അറിയുന്നത്. ഈ മലയമ്മ എങ്ങനെയാ അറിയുന്നത്? നല്ല അറിയലാണ്. ഇയാളോട് മജീദ് മൊയ്ലാര് പുള്ളി അറിയാൻ. മലയമ്മ എങ്ങനെയാ അറിയുന്നത്? മലയമ്മയുടെ പക്ഷെ ഞാൻ സംസാരിച്ചതായിരിക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോ കേട്ടതായിരിക്കും. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എങ്ങനെയാ അയാൾ അറിഞ്ഞതെന്ന് ഇയാൾക്ക് ഓർമ്മയില്ല. മറ്റേയാളാണെ തെറ്റിദ്ധരിച്ചതാണ്. ഇവരെ ദലീൽ നോക്കണേ, അതിന്റെ ഒരു ക്രിവാമേ, ഇവരെ ഈ തെളിവിന്റെ ഒരു ഉറപ്പാണ്. ഇനിയോ സംഗതി എന്തായിരുന്നു? അയാളെയും എസ്കക്കാര് പൈസയും കൊടുത്ത് വാങ്ങിയതാണ്. ഞാനല്ലോ. അതാരാ പറയുന്നേ? ഈ കൂറുകാരൻ തന്നെ പറയട്ടെ. മൂപ്പരിപ്പോ പിന്നെ അവരുടെ പ്രസ്ഥാനത്തോട് വലിയ താല്പര്യത്തിൽ, അതായത് അവരുടെ പണ്ഡിത സംഗമത്തിനൊക്കെ പോയിട്ട് അവരെന്ന് പറഞ്ഞാല് മലയമ്മ പിന്നെ സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ വന്നപ്പോഴും മലയമ്മയെ ഇവർ സഹായിച്ചു. അവര് പിന്നെ അയാൾ അതിൽ വീണതാണ്. അപ്പൊ മൂപ്പർക്ക് സാമ്പത്തികമാണ് മൂപ്പര വിഷയം. അതായത് ഒരു ചെറിയൊരു മദ്രസ അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരാളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ. തീർച്ചയായിട്ടും 1500, 2000, 2500 എത്ര ശമ്പളം അറിയില്ല. അയാൾക്കൊരു ആക്സിഡന്റ് വന്നു, ബൈക്ക് ആക്സിഡന്റ്. അയാളും മകനൊക്കെ പരിക്ക് പറ്റി ആശുപത്രിയിലായിരുന്നു. ആ സമയത്ത് മർക്കസിന്റെ ആളുകളോ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞോക്കായിട്ടല്ല, അയാൾ ഇവിടെ ഒരുപാട് ആൾക്ക് പലതും കൊടുക്കാണ്ട് അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞോക്കാണ്ടുന്നതാണ്. അതിപ്പോ പോട്ടെ. അയാൾ കള്ളത്തരീക്കത്ത് പോയിട്ട് അയാളെ പുറത്താക്കി. എന്നിട്ട് മറ്റൊരു പൈസയും കൊടുത്ത് അയാളെ വാങ്ങി. പച്ചയായിട്ടല്ലത് പറയുന്നത്. എന്നിട്ട് സ്റ്റേജ് കയറിയിട്ട് ശുദ്ധ നുണ പറയാണ്. അതല്ലേ ചെയ്തത്? ഇനി അടുത്തത് ഇനിയൊന്ന് കേൾക്കണോ ഇയാളെ വാചകത്തിന്റെ വൈരുദ്ധ്യങ്ങൾ? ജബലമ്മ പറഞ്ഞ് ഞങ്ങൾ 3 ആളോട് ഉണ്ടാക്കിയില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനല്ല, അത് അയാൾ തെറ്റിദ്ധരിച്ചതാണ്. അയാളുടെ അല്ലാനും. അപ്പൊ രണ്ടുമല്ല, പിന്നെ ഒരാളെ വാക്കില്ല. ഇനി അതാരാ? മജീദ് മുസ്ലിയാരാ. മജീദ് മുസ്ലിയാർ ഉണ്ടാക്കിയത് എങ്ങനെയാ? അതിനെപ്പറ്റി ഇയാൾ പറഞ്ഞത് കേട്ടോളി.
മജീദ് മൂലാർ ഉണ്ടാക്കിയിട്ട് പിന്നെ എ പി ഉസ്താദിനോട് പറഞ്ഞതാണോ അല്ലെ എ പി ഉസ്താദ് പറഞ്ഞിട്ട് മജീദ് മൂലാർ ഉണ്ടാക്കിയത്? നിങ്ങളൊരു സാധ്യതയില്ല നിങ്ങൾ കൊടുക്കുന്നത്? മജീദ് സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉസ്താദ് ആവശ്യപ്പെട്ടു ഉണ്ടാക്കാൻ. എങ്ങനെയുണ്ട്? അപ്പൊ മജീദ് മുസ്ലിയാർ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ്, പക്ഷേ ഉസ്താദ് ആവശ്യപ്പെട്ടതാണ്. ഇതാ സ്വന്തം ഇഷ്ടപ്രകാരം. ഇനി അതിനേക്കാൾ രസമുണ്ട്. ഇതെന്താ ഈ മജീദ് മുസ്ലിയാരോട് ഇങ്ങനെ പറയാൻ കാരണം? അതിന് മൂപ്പര് പറയാണ് കൃത്രിമം ഉണ്ടാക്കാൻ വേണ്ടി വലിയ സമർത്ഥനാണ് മജീദ് മുസ്ലിയാര്, അതുകൊണ്ട് അയാളോട് പറഞ്ഞത്. അപ്പൊ ഇവന്റെ ചോദ്യം, അങ്ങനെ മുമ്പ് ഏതെങ്കിലും ഒന്ന് കൃത്രിമം ഉണ്ടാക്കിയതിന്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? അച്ഛാ ഒറ്റ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, എ പി ഉസ്താദ് ആവശ്യപ്പെടണമെങ്കിൽ എ പി ഉസ്താദിന് അറിയില്ലേ ഇത് സംഗതി അവിടെ ഒന്നും ഇല്ല എന്നല്ലേ? മജീദ് മുസ്ലിയാർ അതിനുകൊണ്ട് അങ്ങനെയുള്ള സംഗതികൾ ചെയ്തിരിക്കണം. കൃത്രിമമായ വിഷയങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണ് മജീദ് മുസ്ലിയാർ. ഒരു മസലൻ ഇതുപോലെ സമർത്ഥമായി ഉണ്ടാക്കി ഒന്ന് രണ്ട് കൃത്രിമ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു നമുക്കൊന്ന് അറിയാൻ വേണ്ടി പറയാവോ? അങ്ങനെ ഒരു ഉദാഹരണം എനിക്ക് പറയാനറിയില്ല. പക്ഷെ മജീദ് മുസ്ലിയാർ ഇങ്ങനെ പലതും ചെയ്യാറുണ്ട്. ഒരൊറ്റ ഒന്ന് പറയാൻ കഴിഞ്ഞില്ല. കള്ളത്തരം പറഞ്ഞ അങ്ങനെയാണ്. ഒരൊറ്റ ഒന്ന് പറയാൻ കഴിഞ്ഞില്ല. കൃത്രിമം ചെയ്യാറുണ്ട് എന്ന് സ്വന്തത്തിൽ ഒരു മനുഷ്യരെ പറ്റി പച്ച ദൈവത്തെ കൊണ്ട് പറഞ്ഞു. ഇനി എന്തിനാ മജീദ് മുസ്ലിയാർ ഉണ്ടാക്കിയത്? അതൊന്നും കേട്ടോളി. തലവേദന മാറാനാണ്. ചോദിച്ചേ ഒന്ന് വെച്ചുകൊടുത്ത ഇത് പിന്നെ വേറെ ആരും ബോധ്യപ്പെടുത്താനുമല്ല. അതായത് SKSFകാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ ഒന്നും ഉണ്ടാക്കിയതല്ലത്. മജീദ് മുസ്ലിയാർ അയാളുടെ തലവേദന ഒഴിവാക്കാൻ വേണ്ടി, ഉസ്താദ് ചീത്ത പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി അയാളൊന്നും അങ്ങോട്ട് പറ്റിപ്പിടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോ ഉസ്താദ് ചീത്ത പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി, തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഇപ്പൊ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞിട്ടാണെന്ന് അയാൾ പറഞ്ഞു. അതേ മനുഷ്യൻ ഉസ്താദ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലാതെ കേട്ടോളി. ആ മുഫസ്സല സനദ് എന്ന് പറയുന്ന സംഭവം മൂപ്പരുണ്ടാക്കിയതാണ്. മൂപ്പരുണ്ടാക്കിയിട്ട്, അതായത് ഫിർദൗസി ബാബന്റെ സനദ് ഈ മുഫസ്സല സനദ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത് എ പി ഉസ്താദ് അറിഞ്ഞിരുന്നല്ലേ? അറിയാണ്ട് സ്വന്തം ഉണ്ടാക്കിയതാ? അത് ഉസ്താദിന് അറിയാം എന്നും പറയാൻ, അറിയില്ല എന്നും പറയാം. ഉസ്താദ് ഇങ്ങനെ ഉണ്ടാക്കാൻ ഇയാളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇയാളെ വാക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അന്വേഷണത്തിന് പോയ ഈ ഇളന്തലമുറ നടത്തിയ അന്വേഷണത്തിന്റെ കോലായി ഈ ഇളന്തലമുറ ചോദിക്കുന്നേ, ഇതിന് വല്ല സാക്ഷിയുണ്ടോ മജീദ് മുസ്ലിയാർ ഉണ്ടാക്കിയാന്നുള്ളതിന്? നിങ്ങളല്ലാത്ത വേറെ ആർക്കെങ്കിലും അറിയോ? അപ്പൊ അയാൾ കുറെ ആളെ പേര് പറയുന്നു. അതിലൊന്ന് എന്റെ ശിഷ്യൻ നൗഷാദ് സഖാഫി കൂരാറയാണ്. ഒന്ന് കേട്ടോളി. നിങ്ങളൊരു ധാരണയില്ലേ, അതായത് നിങ്ങൾക്കൊരു 100% ഉറപ്പായിട്ട് ഈ വിഷയം അറിയും എന്നുള്ള എത്ര പേരുണ്ടാവും? ഇത് വ്യാജ സനദാണ് അറിയുന്നത് ഞാനും മജീദ് മുസ്ലിയാരും, പിന്നെ ഞങ്ങളുടെ കുത്തുബാന സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. കുത്തുബാനയിലെ സുഹൃത്തിന്റെ പേരും കൂടി ഒന്ന് അറിഞ്ഞിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മജീദില് പിന്നെ കൊയ്മണ്ണ സഖാഫി, മുഹമ്മദ് കുട്ടി സഖാഫി കൊയ്മണ്ണ, പിന്നെ ഒരു നൗഷാദ് സഖാഫി ഉണ്ട്. നൗഷാദ് സഖാഫി, നൗഷാദ് പേരോന്റെ ശിഷ്യനാണ്. കാര്യനൂറുദ്ദീൻ സഖാഫി, അയാളും അറിയും. അപ്പോ ഇയാളിപ്പോ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഈ ആളുകളെ മുഴുവൻ ഞാൻ വിളിച്ചു. നമ്മൾ അന്വേഷണം അങ്ങനെ ഓരോരുത്തരെയും ഞാൻ വിളിച്ചു. അങ്ങനെ ഒരു സംഭവം അവരാർക്കും അറിയില്ല. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇയാൾ പറയാണ് മജീദ് മുസ്ലിയാർ എന്നോട് പറഞ്ഞ് ഖാദിരിയത്തിന്റെ ത്വരീഖത്തിന്റെ ഈ സനദ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതില്ല നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ഒരുപക്ഷെ അതുപോലെ പറഞ്ഞു ഈ പിന്നെ ഖാദിരിയ സനദ് ഉപയോഗിച്ചിട്ടാണ് മറ്റേത് ഉണ്ടാക്കിയത്. ശരി. ഓക്കെ. ഖാദിരിയത്തിന്റെ സിൽസില വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് മജീദ് മുസ്ലിയാർ പറഞ്ഞു. അയാളെ ഉണ്ടാക്കിയതിനെ ഇതുവരെ ഇയാൾ പറഞ്ഞു. എന്നാ നമ്മൾ മജീദ് മുസ്ലിയാരെ വിളിക്കുക. ഞാൻ വിളിച്ചു മജീദ് മുസ്ലിയാരെ. ലാ വല്ലാഹി അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് പച്ച നുണയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോളി. ഈ ഷാറു മുബാറക്കിന്റെ സനദ് എ പി ഉസ്താദ് പറഞ്ഞിട്ട് നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് ഒരു വാദം ജിഷാനുണ്ട്. അത് അവനോട് അങ്ങനെ പറഞ്ഞത് സാലിഹ് സഖാഫിയാണ്.
സാലിഹ് സക്കാഫിയോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാണ് സാലിഹ് സക്കാഫി പറയുന്നത്. ആ ആ അപ്പോ മജീദ് മുസ്ലിയാർ ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞാണ് നിങ്ങൾ കേട്ടത്. മറ്റൊന്ന്, നമ്മളെ ഇളന്തലമുറേന്റെ തെളിവ്. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, ജാലിയവാല ജീവിച്ചിരിക്കുന്നോ മരിച്ചിരിക്കുന്നോ എന്ന് ഞാൻ അറിയില്ല. ഇതാണ് ഒരു തെളിവ്. ജാലിയവാല ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഷാറുബാർക്ക് ഒറിജിനൽ അല്ല എന്നെങ്ങനെ കിട്ടുക? ഇയാൾ പറയുന്നത് 1,00,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ സമ്മേളനത്തിന് വിളിക്കൂലേ? എനിക്കറിയാം എത്രയോ ലക്ഷങ്ങൾ കൊടുത്താൽ എന്ന് പറഞ്ഞാൽ മർക്കസ് കോംപ്ലക്സ് ഇപ്പൊ കോഴിക്കോട്ട് നിൽക്കുന്ന സ്ഥലം അത് പൂർണ്ണമായി അതിന് സഹായിച്ച ഒരാൾ, അയാൾ ഇന്ന് വരെ ഒറ്റ സമ്മേളനത്തിന് വന്നിട്ടില്ല. എത്ര കോടി രൂപയ്ക്കുള്ള സ്ഥലങ്ങളൊന്നും ആലോചിച്ചു, ഇന്ന് വരെ ഒരു സമ്മേളനത്തിന് വന്നിട്ടില്ല. അങ്ങനെ സഹായിക്കുന്നവർക്ക് കൊണ്ടുവരില്ല, സഹായിക്കുന്നവർക്ക് വരുത്താം. ഈ സാധു എന്താ മനസ്സിലാക്കിയത്? പിന്നെ അടുത്തത്, പിന്നെ ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് ഉസ്താദേ? തുടക്കത്തിൽ ഞാൻ അവിടെ ബോംബെയിൽ പോകുന്നതിന് മുമ്പ്. അപ്പൊ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ വീടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല. എന്നാ മനസ്സിലാക്കി വെച്ചോ, മഹാരാഷ്ട്രയിലാണ് ബോംബെ. മനസ്സിലാക്കി വെച്ചോ. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവുക? മറ്റേ ശൈഖിന്റെ മുരീദായിട്ടല്ലേ പരിപാടി, പിന്നെങ്ങനെ മനസ്സിലാവുക? അടുത്തത്, ഉസ്താദിനോട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ചോദിച്ചു. അത് തരാൻ പറ്റില്ല എന്ന് ഞാൻ ഫോൺ നമ്പർ അന്വേഷിക്കാൻ വേണ്ടി അയച്ച ബഷീർ ഹാജി എന്ന് പറയുന്ന മുക്കം സ്വദേശിയായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയോട് തീർത്തു പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു പക്ഷേ ബഷീർ ഹാജി, നിങ്ങളും ജിഷാൻ മാഹിയൊക്കെ ഇനി മറുചേരിയിൽ വല്ല ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇയാളത്തിനാ ഫോൺ നമ്പർ വാങ്ങുന്നത് നമുക്ക് അറിഞ്ഞൂടെ? ഉസ്താദിന്റെ അറിവ് എത്ര ആഴത്തിലുള്ള അറിവാണെന്ന് നമുക്ക് മനസ്സിലായത്. ഇനിയോ ഇതപ്പോ തെളിവ്. ഫോൺ നമ്പർ കൊടുക്കാതെ ഷാറുബാർക്ക് ഒറിജിനൽ ഇല്ലാതിരിക്കുമോ? അത് എഴുതിയിട്ടാവില്ല പറഞ്ഞ്. അടുത്തത്, ഉമർ കാമിലി അത് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന് ഇവന്റെ CD പറയുന്നുണ്ട്. എന്നാൽ അത് ആരോട് പറഞ്ഞു? കാന്തപുര ഉസ്താദിനോടും തുള്ളിക്കോടിനോടും ബഷീറാജിനോടും പറഞ്ഞു എന്നാണ് ഇവന്റെ പുസ്തകത്തിൽ പറയുന്നത്. എന്നിട്ടോ കാന്തപുര ഉസ്താദിനെ വിളിച്ചു വെച്ച് ഉസ്താദ് പറഞ്ഞു ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ തുള്ളിക്കോടും പറഞ്ഞു. അപ്പൊ അവർ രണ്ടാളും പറഞ്ഞ കളവ് ബഷീറാജ് പറഞ്ഞത് നേര്. അഹമ്മദ് ഖസറജി പറഞ്ഞത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഉമർ കാമിലി പറഞ്ഞിരുന്നു എന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ ബഷീർ ഹാജി എന്നോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ് 2 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനോട് വിളിച്ചു. ഞാൻ വിളിച്ചു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഉമർ കാമിലി ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസ്താദിനോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമേ അത് പൊതുസമൂഹത്തിൽ പറയാൻ പാടുള്ളൂ. ഉസ്താദ് കണ്ണടച്ച് പറഞ്ഞു, അങ്ങനെ ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. ചുള്ളിക്കോട് ഉസ്താദിനോട് ചോദിച്ചു, ചുള്ളിക്കോട് ഉസ്താദൻ പറഞ്ഞു ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. ബഷീറാജ് പറഞ്ഞില്ല എന്നുള്ള വേറെ വിഷയം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയും. ഉമർ കാമിലി തന്നെ വളരെ സാഹിത്യത്തിൽ അറബി പറയുന്ന ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ വാചകം കാന്തപുര ഉസ്താദിനും ചുള്ളിക്കോടിനും മനസ്സിലാകുന്നത് പോലെ സാഹിത്യ ഭാഷ അറിയാത്ത മനസ്സിലാവുമോ? അതേ സമയത്ത് ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ചുള്ളിക്കോടിനോട് പറഞ്ഞിട്ടില്ല. അവർ രണ്ടാക്കും നന്നായി അറബി അറിയുന്ന ആളുകളാണ്. ഇനി എന്താ അടുത്ത തെളിവ് എന്നറിയോ? പൊന്മൾ ഉസ്താദ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഷാറുബാർക്ക് ഒറിജിനലാണെന്ന് തെളിവ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇനി ആരും ഇന്നാലില്ല പറയുന്നത് കേട്ടോ. ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഇവൻ ഇങ്ങനെ ഒരു ഫിത്തിനൊക്കെ ഇറങ്ങിയല്ല പഠിച്ചവനെ, ഇനി ഇവൻ എന്തെല്ലാം ഫിത്തിന ഉണ്ടാക്കുക? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ജിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് നീ പുറത്താരോടും തൽക്കാലം പറയേണ്ടതില്ല, അത് മനസ്സിലാക്കി. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. പണ്ഡിതന്മാരെ ഈ വിഷയം ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാ ഉത്തരവാദിത്തം മാറി. പുറത്താരോട് പറയണ്ടെന്നല്ലേ പറഞ്ഞു. ഒരു ഹക്കാണെങ്കിൽ പറയണമെന്നല്ലേ ഒരു മുസ്ലിം പറയാ? എന്റെ അടുത്ത് വന്ന കഥ കേട്ടോളി.
അന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഉസ്താദിന്റെ പേരോട് ഉസ്താദിന്റെ മേശയ്ക്ക് ചുറ്റുഭാഗത്തായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പേരോട് ഉസ്താദ് എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ജിഷാനെ, ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തൽക്കാലം പൊതുസമൂഹത്തിൽ ഈ വിഷയം നീ ആരോടും പറയേണ്ടതില്ല. കാരണം പറഞ്ഞാൽ അത് വലിയ ഫിത്നയ്ക്ക് കാരണമാകും, സുന്നത്ത് ജമാഅത്തിന്റെ കെട്ടുറപ്പിന് ബാധിക്കും എന്ന് മനസ്സിലാക്കി ഉസ്താദിന്റെ ആ മഹത്തായ ഉപദേശം ഞാനത് ശിരസാവഹിച്ചുകൊണ്ട് തന്നെ 100% ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ശിരസം വന്ന് പോക്കിയത്, ശിരസാ വഹിച്ചിട്ട് പിന്നെ അതിനാ പോക്കിയത്. ഞാനാ പറഞ്ഞ സ്ഥലത്തിന് നിന്നാ പോരായിരുന്നോ? അത് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കണ്ട എന്തിനല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇയാള് പറയാണ് എസ്കക്കാരനൊരു കമന്റ് ഉണ്ട്, അതടക്കമൊന്ന് കേട്ടോളി. എല്ലാ വിഷയങ്ങൾക്കും സൂക്ഷ്മത പാലിക്കുന്ന പേരോട് ഉസ്താദ് ഈ മുടികൾ തുറന്നു നോക്കാൻ പോലും തയ്യാറായില്ല. സത്യത്തിൽ പൊന്മള ഉസ്താദ് മുടികൾ തുറന്നു നോക്കുകയും അതിന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ ഞാൻ ഉസ്താദിനോട് പേരോട് ഉസ്താദിനോട് ചോദിച്ചിരുന്നു, ഉസ്താദെ ഞാനിതൊന്ന് തുറന്നേരട്ടെ. ഉസ്താദ് തുറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക്ക് കൊണ്ടുവന്നിട്ട് കൺമുമ്പിൽ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുമ്പോ കാണിക്കണ്ട എന്ന് വല്ലവരും പറയുമോ? ചിന്തിക്കേണ്ടവർ, അത് ഉൾക്കൊള്ളേണ്ടവർ. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ഞാൻ അവരുടെ സ്വകാര്യ റൂമിൽ പോയി 18 മുടികൾ കാണിച്ചിട്ടും അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷാറ മുബാറക്കാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷാറ മുബാറക്കാണ് തിരുവേഷമാണെന്ന് അംഗീകരിക്കാത്ത എന്റെ കയ്യിൽ നിന്ന് അവരത് വാങ്ങി വെക്കുമായിരുന്നു. പക്ഷെ അവര് ഒരിക്കലും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ആ നിലയ്ക്ക് അതിനെ സ്വീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അവര് പോലും ഷാറ മുബാറക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പരമാർത്ഥം, ഒരു സത്യസന്ധമായ ഒരു അവസ്ഥ എന്റെ കണ്ണുകൊണ്ട് അവിടെ കണ്ടു. ഇത്രയൊക്കെ ആയിട്ടും മുടിവെള്ളം കുടിച്ച് അന്തത്തിന്റെ അന്തസത്ത നഷ്ടപ്പെടുത്തിയ കാരന്തൂരികളെ കാര്യമെന്ന് പറയാൻ SSFകാരാ ഒറ്റപ്പെടുന്നതിന്റെ മുമ്പ് രക്ഷപ്പെട്ടോ? ഇത് നിഷേധിക്കാൻ ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദിനെ പോലെ സത്യസന്ധനായ ഒരു പണ്ഡിതൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എന്താ ഈ കമന്റ് കഴിഞ്ഞിട്ടും മറ്റോ പറഞ്ഞു ഞാൻ സത്യസന്ധനാണ്, ദേഹം രക്ഷപ്പെട്ടോ? സത്യസന്ധനായ ഒരു പണ്ഡിതനാണെന്ന് പിന്നെയും പറയാണ്. കാരണം മനസ്സിന്റെ ഉള്ളിലുള്ള ആ വിഷയം നീക്കാൻ കഴിയുന്നില്ല. അതേ സമയത്ത് എസ്കന്റെ ഭാഗത്ത് സത്യസന്ധനായ ഒരാളും ഇല്ലാന്ന് ഇപ്പോഴും നിങ്ങൾ ഈ കേൾപ്പിക്കുന്ന സീഡിക്കാരനും വിശ്വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ എസ്കക്കാർക്ക് നല്ലത്. പിന്നെ വിഷയം പറഞ്ഞ നിങ്ങൾ മനസ്സിലായോ? ഞാനത് തിരിഞ്ഞെന്നെ നോക്കിയില്ല. എന്തുകൊണ്ടാണ് തിരിഞ്ഞു വെക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കഴിച്ചു വെക്കാതിരുന്നത്? പൊന്മുളത്താൽ എന്തുകൊണ്ടാണ് സ്വീകരിച്ച് വെക്കാതിരുന്നത്? 18 മുടിയും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ അയാളത് അംഗീകരിക്കുന്നില്ല. അത് ഷെയറുബാർക്കാന്ന് അയാൾക്ക് വാദവുമില്ല, ഷെയറുബാർക്കാന്ന് വിശ്വസിക്കുന്നുമില്ല. ഷെയറുബാർക്കാണെന്ന് വിശ്വസിക്കാത്തൊരു മുടിയും കൊണ്ടൊരുത്തം വന്നിട്ട് ഇത് നിങ്ങൾ വാങ്ങിയുടെ വെച്ചോളി തന്നെ ഞങ്ങൾ വാങ്ങിവെക്കോ? ഇവൻ തന്നെ പറയുന്നത് ഇത് ഷെയറുബാർക്കല്ല, ഷെയറുബാർക്കാണ് എന്ന് പറഞ്ഞിട്ടല്ല തരുന്നത്, ഇത് ഷെയറുബാർക്കല്ല എന്ന് പറഞ്ഞിട്ടാ. അത് വാങ്ങിയേക്കട്ടെ, ആവശ്യം ഞങ്ങൾക്ക് എന്താ ബാർബർ ഷാപ്പിന്റെ വീട്ടിൽ എത്ര മുടി ഉണ്ടാവും? ഇവൻ ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ എന്ന് എനിക്ക് മനസ്സിലാക്കുക. നെത്തനുണ്ടാക്കണ്ട എന്നുള്ള നിലക്ക് നീ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയക്കുകയാണെന്ന് ഇവന് മനസ്സിലായിക്കൂടെ? അതിനുള്ള ബുദ്ധി ഉണ്ടായില്ല. അവന് ബുദ്ധിയില്ലാത്തതിലല്ല എനിക്ക് വിഷമം, ഇതിട്ട് കേൾപ്പിച്ച എസ്കക്കാരനും ബുദ്ധി ഉണ്ടായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇദ്ദേഹത്തിന് 18 എടുക്കട്ടെ, ഒരൊറ്റ മുടി ജാലിയാവാല ഇദ്ദേഹത്തിന് കൈമാറി എന്നതിന് ഒരു തെളിവും ഇല്ല. ഞാൻ വിളിച്ചു നെല്ലിക്കുന്ന്, കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹമ്മദ്, അദ്ദേഹം ജാലിയാവാലയുമായും അദ്ദേഹത്തിന്റെ മകനുമായും നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ജാലിയാവാല പറയുന്നു, അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, ഒരൊറ്റ മുടിയും ആ പറഞ്ഞ മനുഷ്യന് ഞങ്ങൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഒരു നിലക്കും വിശ്വസിക്കപ്പെടാൻ പറ്റാത്ത 100% ചതിക്കുന്ന ഈ മനുഷ്യന്റെ മുമ്പ് ഞങ്ങൾ ഇത് വാങ്ങിവെച്ചില്ല എന്നാ കംപ്ലൈന്റ്. എന്നാ ഒന്നും കൂടി പറയാ, മുഹമ്മദ് നെല്ലിക്കുന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോ. അദ്ദേഹത്തോട് വ്യക്തമായി ജാലിയാവാലയും പറഞ്ഞിട്ടുണ്ട്, മകനും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെച്ചു കൊടുത്താട്ടെ. ഇക്ബാൽ ജാലിയാവാലയും അയാളെ മകനോ? മകൻ ഇമ്രാന് പരിപാടിക്ക് വന്ന ആള്. അവര് പറഞ്ഞ എന്താ നിങ്ങളോട്? ഇങ്ങനെ കൊടുത്തിട്ടില്ല, നമുക്ക് അങ്ങനെ ഷെയർ മാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ആർക്ക് കൊടുത്തില്ല?
ഈ ജിഷാനിന് കൊടുത്തിട്ടാണ് അയാളെ തർപ്പിച്ചിട്ട് പറഞ്ഞത്. കാരണം എന്തുണ്ടെങ്കിൽ വരുമ്പോ മോനുണ്ടായിട്ടില്ല, നാട്ടിലായിരുന്നേ. അപ്പോ ഈ ബസ്സിന്റെ കപ്പാട്ടുകാര് പൂട്ടിച്ചാണ് പോയിരുന്നത്. കാരണം ഇപ്പൊ പ്രായമുള്ള ആളെ ഈ ബസ്സിന്റെ കപ്പാട്ടുണ്ടല്ലോ റൂമിലെ കൊരയിട്ട പെട്ടി ഈ ചാറുമാർക്ക് സൂക്ഷിക്കുന്ന കപ്പാട്ട്, അത് ലോക്ക് ചെയ്തിട്ടാണ് മോന് പോയിരുന്നത് നാട്ടിൽ പോകുമ്പോ. കാരണം ഇപ്പൊ പ്രായമുള്ള ആരെങ്കിലും വന്നിട്ടാകുമ്പോ ഇങ്ങനെ ഇതാക്കുന്നതുകൊണ്ട് പോകുമ്പോന് ബന്ധമായിട്ട് പോലെ. പിന്നെ ഓന് കുറെ റിക്വസ്റ്റും കഴിഞ്ഞതുകൊണ്ട് ഒരു ഈ ആ ബോട്ടലില് നല്ലൊരു കുപ്പിന്റെ ഇതിലാണ് ഇത് വെച്ചിട്ടുണ്ടാകുന്നത്. അതിന്റെ പുറത്ത് ചുറ്റി ഒരു തുണിന്റെ കഷ്ണം നമുക്ക് കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടുന്ന് രാമന്റെ വിളിച്ചിട്ട് അംജദ് ഉസ്താദ് ഇമാമിന്റെ അവരോട് ഇങ്ങനെ ഇവന് പറഞ്ഞ കഥ പറഞ്ഞിട്ട് ഇവന്റെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻക്ക് ഗുജറാത്തിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇവന്റെ ഭാര്യനോട് വരെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ കൊടുത്ത തുണിയും അവനോട് തിരിച്ചു വാങ്ങിച്ചിരുന്നു, ആ ചെറിയൊരു ടവലിന്റെ കഷ്ണം. അങ്ങനെയാണ് അവര് പറഞ്ഞത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 10 ദിവസം മുമ്പ്. അപ്പൊ ഏതായാലും ജിഷാന് അവര് മുടി കൊടുത്തിട്ടില്ല നിങ്ങളോട് പിന്നെ ജാലിയാവാലയും പറഞ്ഞിരിക്കുന്നു, അയാളെ മകനും പറഞ്ഞിരിക്കുന്നു. മകനും പറഞ്ഞു, ഒരുമിച്ച് തന്നെ പറഞ്ഞേ. അപ്പൊ അവന് അടുത്തുണ്ടാകുമെന്ന് രണ്ടാളും പറഞ്ഞതാണ്. മകനും പറയും അത് കൊടുത്തതായി ഒരു സാക്ഷി പോലുമില്ല, ഒരു സാക്ഷി പോലുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബോംബെ പോയൊരു സാക്ഷി ഉണ്ടോ ഇല്ലേ എന്നല്ല ഞാൻ ചോദിച്ചത്. മുടി കൈമാറുന്നത് കണ്ട സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് തെളിയിക്കാൻ ഇന്ന് വരെയും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 18 മുടികളുമായി ജാലിയൻവാലയിൽ നിന്ന് ഞാൻ അവരെ കണ്ടിരുന്നു എന്നും അവരത് അംഗീകരിച്ചിരുന്നു എന്നും വളരെ വ്യക്തമാണ്. അത് അവർ നിഷേധിക്കുകയില്ല. ജാലിയൻവാല നിങ്ങൾക്ക് 18 മുടി തന്നതായി യാതൊരറിവും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ അന്വേഷണത്തിൽ അങ്ങനെ തന്നതായി ഒരറിവും ഞങ്ങൾക്ക് കിട്ടിയിട്ടും ഇല്ല. ഞങ്ങളടുത്ത് വന്നിരുന്നു, എൻ്റെ അടുത്ത് വന്ന് 18 മുടിയുണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അതിനേക്കാളും കൂടുതൽ അയാളെ തലയിലില്ലേ? അതുകൊണ്ട് ഞാൻ അവിടെ തലയുടെ വാങ്ങിയേക്കുന്ന. അതുപോലെ പൊന്മുളസാൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ മൂപ്പര് പറയാണ്, ഞാന് പേരോടിനെ തക്കലീത് ചെയ്തു. എന്നെ തക്കലീത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുഴി പോയി വീഴൂലായിരുന്നു. എന്നെ തക്കലീത് ചെയ്യാത്തതുകൊണ്ടായി കുഴി പോയി വീണത്. അതൊന്ന് കേട്ടോളൂ. ഒരു രസം അറിയോ? അതിന്റെ രസം നേരത്തെ ഷെയ്ഖ് പറഞ്ഞാണല്ലോ കുഴപ്പം തീർത്തുണ്ടാക്കാനേ. അപ്പൊ ഷെയ്ഖ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പണിയൊക്കെ ഒപ്പിച്ചിട്ട് ഷെയ്ഖ് പോയിട്ട് ഓരോ ദിവസത്തെ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. ഇതാ ജാലിയൻവാലയുടെ അടുത്ത് ഇഷാൻ പോയിട്ടുണ്ട്, എന്റെ മുടി കൊണ്ട് വന്നിട്ടുണ്ട്, പൊന്മളയുടെ അടുത്ത് പോയിട്ടുണ്ട്, ഇതൊക്കെ ഷെയ്ഖ് പ്രസംഗിക്കാണ്. അപ്പൊ പ്രസംഗിക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഷെയ്ഖ് പ്രസംഗിക്കുന്നതിനനുസരിച്ച് ഇവന് ഫോൺ വരികയാണ്. ഫോണ് വരുമ്പോ എന്നെ വിളിക്കാണ്, ഞാൻ എന്താ പറയണ്ടേന്ന് എന്നോട് ചോദിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടോളി. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദേ ഇങ്ങനെ സമൂഹത്തിലുള്ള പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇസ്മായിൽ സഖാഫി എന്ന് പറയുന്ന ആള് ഞാൻ പൊന്മൾ ഉസ്താദിനെ പോയി കണ്ടു എന്നും എനിക്ക് ജാലിയൻവാലയിൽ നിന്ന് മുടികൾ കിട്ടിയിരുന്നു എന്നും ഈ പറയുന്ന ഇസ്മായിൽ സഖാഫി വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പേരോട് ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, നീ പോയിന്നും പറയണ്ട പോയില്ല എന്നും പറയണ്ട. പോയിന്ന് പറഞ്ഞാൽ എന്തായി? സത്യമായി. പോയില്ല എന്ന് പറഞ്ഞാൽ കളവായി. നീ ഈ വിഷയത്തിൽ പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? പല ആളുകളും വിളിക്കും. ഞാൻ വിളിച്ചപ്പം പറയും എനിക്ക് പ്രതികരിക്കാനില്ല, കാരണം ഞാൻ ഇമാമായിട്ട് ഞാൻ സത്യത്തിന്റെ പേരോട് ഉസ്താദിനായിരുന്നു. പിന്നെ അതിനെ വിട്ട് അതിൽ തന്നെ ഉറച്ചവിടെ നിന്നാ പോരായിരുന്നോ? അപ്പൊ ഞാനൊരു കളവ് പറയാൻ സമ്മതിച്ചില്ല. പോയിന്ന് പറയണ്ട പോയില്ല എന്നും പറയണ്ട, രണ്ടും പറയണ്ട. ഞാനെ ഇവരൊന്നും പറഞ്ഞില്ല പറഞ്ഞ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ എസ് കെക്കാരൻ ഇത് പ്രസംഗിക്കണമെങ്കിൽ വഹി കൊണ്ടറിഞ്ഞതാ? എസ് കെക്കാർക്ക് വഹി ഉണ്ടാവും? എസ് കെക്കാർക്ക് കറാമത്തുണ്ടാവും? അതുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ പിന്നെ അവരെങ്ങനെ അറിഞ്ഞു ഇത്? അത് ഇവൻ തന്നെ അങ്ങോട്ട് വിളിച്ച് പറയണ എങ്ങനെ അറിയാ? എന്നിട്ട് എന്നോട് ചോദിക്കാം ഞാൻ എന്താ പറയണ്ടത്? ഞാനല്ലേ ക്ലാസ് പറഞ്ഞു, പോയിന്ന് പറയണ്ട പോയില്ലാന്ന് പറയണ്ട, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞേ. എത്ര സുഖം അവൻ അവിടെ തരുന്നെങ്കിൽ കുഴി പോയി പോയിരുന്നോ? അപ്പോ മനസ്സിലാക്കണം, ഇതൊക്കെ ഷെയ്ഖും മുരീദും ഒത്തെടുത്ത പണിയാണ്. നമുക്ക് ഓരോ ക്ലിപ്പിട്ടും ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. ഇനി പറയാണ്, ഇതൊന്ന് നിഷേധിക്കൂ. നിഷേധം വരട്ടെ. പൊന്മൾ ഉസ്താദിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പൊന്മൾ ഉസ്താദ് പറയട്ടെ, അല്ലെങ്കിൽ പേരോട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ടില്ല പേരോട് ഉസ്താദ് പറയട്ടെ.
അയാളെ 18 മുടിയൊന്നല്ല കേട്ടോ, 100 മുടിയും കൊണ്ട് ഞങ്ങളെടുത്ത് വന്നത്. മനസ്സിലായില്ലേ? മൊട്ട അടിച്ചിട്ടൊന്നല്ല വന്നത്, ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മുടിയുണ്ടെന്നേരോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാറൂബാദക്ക് അദ്ദേഹം കയ്യിൽ പിടിച്ചിട്ട് ഞങ്ങളെടുത്ത് വന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. ഇതാണ് വിഷയം. ഇനി മൂപ്പര് പറയട്ടെ. പിന്നെ അതിലെടുക്ക് പറഞ്ഞൊരു വിഷയം എന്തറിയോ? പൊന്മള ഉസ്താദ് ചില സംഗതികളെ വിമർശിച്ചു. ആ വിമർശിച്ചത് ഷാറു മുബാറക്കിനെയല്ല, ഷാറു മുബാറക്കിന്റെ സനദിനെയല്ല. ഷാറു മുബാറക്കിന്റെ പേരിൽ ചിലർ സംഘടനയുടെ നയം വിട്ട്, സംഘടന പഠിപ്പിച്ചത് വിട്ട്, കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് വിട്ട് സ്വന്തത്തിൽ ചില പരിപാടികൾ ചെയ്തു, സ്വന്തത്തിൽ ചില സംഗതികൾ പറഞ്ഞു. അതിനെ പൊന്മള ഉസ്താദ് വിമർശിച്ചിട്ടുണ്ട്, ഞാനും വിമർശിക്കുന്നുണ്ട്, എല്ലാവരും വിമർശിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ പ്രസംഗിച്ചു ആ ഷാറു മുബാറക്ക് ഒന്ന് താടിയിൽ നിന്നാണ്, ഒന്ന് തലയിൽ നിന്നാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ആദ്യമായി പ്രസംഗിച്ച ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അത് പറയാൻ ആരും ഇവിടെ ഏൽപ്പിച്ചിട്ടുമില്ല. അങ്ങനത്തെ ചില വഴിവിട്ട പ്രസംഗങ്ങളെ ഇതുപോലെ എസ്കെക്കാർ ഒരു ഞങ്ങൾ ജാലിയാവാലായിട്ട് മുടി കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇയാൾ പറഞ്ഞ മാതിരി തന്നെ എസ്കെക്കാർ പറഞ്ഞു കൊണ്ടുവന്നില്ല കൊണ്ടുവണ്ട, നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഒരു കൂട്ടർ പോയിട്ട് അത് ഞങ്ങളിങ്ങ് വാങ്ങാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അത് കൊണ്ടുപോയിട്ട് ആ കോഡ് വെച്ചത് സ്വീകരണം. ഏത് സംഘടന പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ, ഏത് നേതാവ് പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ, അവിടെ ഒരു സ്വീകരണം കൊടുത്തു. എന്നിട്ട് ആ സ്വീകരണം നടത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരാനയിക്കൽ. എവിടത്തേക്ക് ആനയിക്കൽ? എയർപോർട്ടിലേക്ക് ഒരാനയിക്കൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. ഹാഫിളായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ ഹിഫ്ള് ചെയ്യുന്ന ഹാഫിള് അത് അല്ലാഹു മാത്രമാണ് എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അതിനപ്പുറം ഒരാനയിക്കൽ നടത്തി എയർപോർട്ടിലേക്ക്. ആനയിക്കൽ പിറ്റേന്ന് എസ്കെക്കാരൻ പറഞ്ഞു, നിങ്ങൾ ആനയിച്ച മുടിയുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ സ്വീകരണം കൊടുത്ത മുടിയുണ്ടല്ലോ, അത് ഞങ്ങളെ സെന്റർ അടിച്ചു വരുന്ന അമ്മന്റെ മുടിയാണ്, ഞങ്ങൾ അതാ നിങ്ങൾക്ക് തിരിച്ചു തന്നത് എന്ന് പറഞ്ഞു. മറുപടി പറയാനോ ഇവരെ കിട്ടിയോ? അതാ ഞാൻ പറഞ്ഞത്, കാന്തപുരം ഉസ്താദിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, അതുപോലെ തന്നെ മർക്കസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, ഞങ്ങളെ സംഘടനകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അതിവിടെ SYS ഉണ്ട്, SSF ഉണ്ട്, SMA ഉണ്ട്, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ട്, അതുപോലെ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുണ്ട്, സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്, ഞങ്ങളെ സംഘടനകളുണ്ട്. അതിനപ്പുറം ഒരു പ്രൈവറ്റ് പാർട്ടിയും ഞങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കയറി വരേണ്ടതില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. എനിക്ക് കയറി വന്നാൽ പിടിച്ചു പുറത്തുകയും ചെയ്യും. ദീന് നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ സംരക്ഷണത്തിൽ വരും. ഹിഫ്ള് അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. അതിനപ്പുറം ഒരു ഹാഫിളിന്റെയും ആവശ്യം ഇല്ല. അത് റോങ് ആണ് എന്നാണ് പൊന്മള ഉസ്താദ് പറഞ്ഞത്. അതാണ് പിന്നെ ഷാറു മുബാറക്ക് റോങ് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇരിക്കട്ടെ. ഇനി അടുത്തത് ഇയാൾ പറയുന്നത് എന്റെ ആവശ്യം വളരെ ലളിതമായിരുന്നു. അതൊന്ന് കേട്ടോളി. ആവശ്യം വളരെ ലളിതമായിരുന്നു. ഈ മുടി അതിന് അമിതമായ പ്രാധാന്യം നൽകാതെ അത് മാറ്റിവെക്കുക. വെള്ളം കൊടുക്കണമെങ്കിൽ റബീഉൽ അവ്വൽ മാസം മർക്കസിൽ വെള്ളം കൊടുക്കണമെങ്കിൽ വെല്ലൂരോ അതുപോലെ തന്നെ ലത്തീഫിയയിലോ അല്ലെങ്കിൽ കാശ്മീരിലോ അവിടുന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം അതിന്റെ ബർക്കത്ത് കിട്ടാൻ മർക്കസിലേക്കുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചാലേ അത് ആ ബർക്കത്ത് എല്ലാവർക്കും കിട്ടുമല്ലോ. മനസ്സിലായില്ലേ? അതായത് നമ്മളെ നേതാക്കന്മാർക്ക് പഠിപ്പിക്കണം മൂപ്പരെ. ഈ കാശ്മീരിലെ മുടിന്റെ സെനത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെല്ലൂരിലെ മുടിന്റെ സെനത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതിനെ ഇറക്കി എസ്കെക്കാർ കണ്ടിട്ടുണ്ടോ? ആ മുടിന്റെ വെള്ളം കൊടുക്കാൻ നിങ്ങൾ എങ്ങനെ പറയുന്നത്? അതിന്റെ സെനത്ത് നിങ്ങൾ എടുത്തുണ്ടോ? നിങ്ങൾക്ക് സെനത്ത് മുത്തസിലായിട്ട് വലത്തോട്ട് തുപ്പാത്ത ആളുള്ള സെനത്ത് കിട്ടണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനത്തെ ഒരു സെനത്ത് ആ മുടിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? അവിടെയുണ്ട് പറയാൻ. ഒരാള് വാദപ്രതിവാദത്തിന് അമ്യത്താനുണ്ടോ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു വ്യവസ്ഥ ഇതാ പോയി. ആ വ്യവസ്ഥയെ പറഞ്ഞു വേലൂരിലെ മുടിന്റെ സെനത്ത് AP സാഹിന്റെ അടുത്തുണ്ട്. ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞാൽ ഇനിമേൽ അങ്ങനെ പറയാൻ പാടില്ല. കളവ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ദീന് നടത്താൻ പറ്റില്ല, സത്യം പറഞ്ഞിട്ട് മാത്രം നടത്തുക. എനിക്കങ്ങനെ പറയാൻ പാടില്ല എന്ന് അയാളോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്
കാശ്മീരിലെ മുടിക്കും വെല്ലൂരിലെ മുടിക്കും ബർക്കത്തിന്റെ നിങ്ങൾ പറയും. അതിന് സ്ഥലം നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്ത് വകയിലാണ് നിങ്ങൾ പറഞ്ഞത്? അപ്പൊ എന്തും പറയാം, മർക്കസിലെ മുടി മാത്രം പറ്റൂല. അടുത്ത തെളിവ് എന്താണെന്നറിയോ? AP ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു പോലും, നമ്മളടുത്ത് ബോംബെയിലെ മുടി മാത്രമല്ലല്ലോ വേറെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബോംബെയിലെ മുടി ശരിയല്ല ഉസ്താദ് സംഭവിച്ചു. എന്റെ തെളിവാ അത് വെച്ചുകൊടുത്ത ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തന്നെ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അതിന് ബോംബെയിലുള്ള മുടി മാത്രമല്ലല്ലോ നമ്മുടെ കയ്യിലുള്ളേ. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ബോംബെയിലുള്ള മുടി ഏതായാലും കാന്തപുര ഉസ്താദും അംഗീകരിച്ചിട്ടില്ല. പിതാവ് ഒരാളോട് പറഞ്ഞു മാത്രമല്ലല്ലോ എനിക്ക് മകനുള്ളത്. അപ്പൊ എന്ത് മനസ്സിലായി?